करप्शन में सीपीएम के नेताओं को जो रिश्वत मिली है वो भी सैकड़ों करोड़ रुपए में है। जैसे अकेले त्रिशूर में ही 80 से ज्यादा अघोषित खातों में 25 करोड़ रुपए की रिश्वत जमा है। कोचिन मिनरल्स एंड रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है। इस केस की जांच ना हो, इसके लिए केरला सरकार पूरी ताकत लगा रही है। സംസ്ഥാന സർക്കാരിനെതിരെയും CPM-നെതിരെയും അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് പ്രസംഗങ്ങൾ. കുന്നംകുളത്ത് കരുവന്നൂരിൽ നിന്നപ്പോൾ കാട്ടാക്കടയിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിയും മകളും അഴിമതി ആരോപണ വിധേയരാണെന്ന് പറഞ്ഞു വെക്കുകയാണ് പ്രധാനമന്ത്രി. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 10 നാളുകൾ ബാക്കി നിൽക്കെ മുഖ്യമന്ത്രിയെ നേരിട്ട് ലക്ഷ്യം വെക്കുകയാണോ BJP? പ്രിയ പ്രേക്ഷകർ, കെൻ കൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ CK ശശീന്ദ്രൻ, ശ്രീ KP നൌഷാദ് അലി, ശ്രീ VP ശ്രീപത്മനാഭൻ, ശ്രീ CR നീലൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ CK ശശീന്ദ്രനിലേക്ക് പോകുന്നു. CK ശശീന്ദ്രൻ, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ രാഷ്ട്രീയ പ്രസംഗം എടുത്ത് നോക്കിയാൽ മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയോ അങ്ങനെ നേരിട്ട് പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് കേട്ട പതിവില്ല. ഇന്ന് ആ പതിവ് തെറ്റിക്കുന്നു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും അഴിമതി ആരോപണ നിഴലിലാണെന്ന് മാസപ്പടി ഉന്നയിച്ച് പറയുന്നു, കരുവന്നൂർ പറയുന്നു, സ്വർണ്ണക്കടത്ത് പറയുന്നു. അപ്പോൾ ഇതുവരെ കണ്ടതല്ല. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. ഒരു മാപ്പ് സാക്ഷിയുടെ വാക്കുബലത്തിൽ മാത്രം ഇപ്പോഴും ജയിലിൽ കിടക്കണം. ഇന്നും അദ്ദേഹത്തിന് ജാമ്യ ഹർജിയിൽ തീരുമാനമുണ്ടാവുന്നില്ല. കുറച്ചുകൂടി ഗൗരവത്തിൽ ആ വിഷയത്തെ BJP സമീപിച്ചു തുടങ്ങി എന്ന് ഭയക്കേണ്ടതുണ്ടോ CK ശശീന്ദ്രൻ? കേരളത്തിലെ ജനങ്ങൾക്കും ഒരു ഭയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മോദി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനാകെ മാതൃകാപരമായ, ലോകം തന്നെ ശ്രദ്ധിക്കുന്നൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതിന് നേതൃത്വം കൊടുക്കുന്ന CPM-നെ കടന്നാക്രമിക്കുക, അതുപോലെ തന്നെ CPM-നെ കടന്നാക്രമിക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്ന ശൈലിയാണ് പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കഥകൾ നേരത്തെ ഉണ്ടായിരുന്നു. രണ്ടാം തവണ 21 ഇലക്ഷനിൽ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കഥകളാണ്, ഞെട്ടിക്കുന്ന കഥകളല്ലേ വിളിച്ചെത്തു വന്നിരുന്നത്. കേരളം അത് തള്ളിക്കളഞ്ഞില്ലേ? ബിരിയാണി ചെമ്പ്, എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പോൾ അതാരും ഓർക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു ഭയവുമില്ല, ഒരു തെല്ലു ഭയമില്ല. ഞങ്ങളെ വരട്ടാനും നോക്കണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിട്ട്. അതൊന്നും കേരളത്തിൽ ചെലവഴിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം കേരളം മതനിരപേക്ഷതയുടെ ശരിയോടൊപ്പം നടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ നാടുകൂടിയാണ് കേരളം. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനാണ് കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പോർമുഖത്താണ്. ശരിയാണ്, ഇതൊരു തെരഞ്ഞെടുപ്പ് പോർമുഖത്ത് എന്ന് പറയുകയാണ്. താങ്കൾ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്തൊക്കെ പലയാവർത്തി ഉന്നയിച്ചത്. പക്ഷേ പ്രധാനമന്ത്രി പറയുന്ന കാര്യത്തിൽ സ്വർണ്ണക്കടത്ത് ഇവിടെ ഉണ്ടായിട്ടില്ലേ? ശരിയാണ്, പല അന്വേഷണം, പക്ഷേ ഇവിടെ ഉണ്ടായിട്ടില്ലേ? കരുവന്നൂരിൽ സാമ്പത്തിക തട്ടിപ്പ് ഇവിടെ ഉണ്ടായിട്ടില്ലേ? മാസപ്പടിയിൽ CMR കരിമണൽ കർത്തായിൽ നിന്ന് പണം വാങ്ങി ഇവിടെ ഉണ്ടായിട്ടില്ലേ? രണ്ട് കാര്യം നിങ്ങൾ പറഞ്ഞ ചില സ്വർണ്ണക്കള്ളക്കടത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിക്ക് എന്താ പങ്ക്? അതല്ല വിഷയം. CPM-ന് എന്താ പങ്ക്? നിങ്ങളെ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ തന്നെയാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതിന് വിരോധമില്ല. കാരണം അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ. അതുപോലെ തന്നെ കരുവന്നൂരിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ, കരുവന്നൂരിൽ നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് ശക്തമായ നടപടിയല്ലേ സ്വീകരിച്ചിരിക്കുന്നത്.
ഇന്ന് കേരളത്തിൽ വന്നിട്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. കരുവന്നൂരിൽ ആളുകളുടെ പൈസ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 51 കോടി രൂപ മാത്രമാണ് ഇനി കൊടുക്കാനുള്ളത്. 10,622 നിക്ഷേപകർക്ക് 116.2 കോടി രൂപ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ 9,216 പേർ 198 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം പുതുക്കിയിരിക്കുകയാണ്. ആളുകൾ വിശ്വാസത്തിലെടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റിനെ. അതാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പണം കിട്ടാതെ മരിച്ചുപോയവരോ ശശീന്ദ്രൻ? കാര്യം ചോദിക്കട്ടെ. നമ്മൾ കരുവന്നൂർ മാത്രമേ വിഷയം നിർത്തണ്ട, പക്ഷേ അവിടെ പണം കിട്ടാതെ മരിച്ചുപോയവരോ, അവിടെ പണം കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നവരോ, അവിടെ പണം കിട്ടാതെ ദുരിതപ്പെട്ടവരോ, ഇതെല്ലാം പിടിച്ച് ഇലക്ഷൻ ആയപ്പോഴേക്ക് പണമെല്ലാം തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമോ? ഇല്ലല്ലോ, അവരുടെ പേര് നടപടി സ്വീകരിക്കില്ലേ? തെറ്റ് ചെയ്താൽ എന്താ നമ്മൾ ചെയ്യാൻ കഴിയുക? ഭരണഘടന അനുസരിച്ച് തെറ്റ് ചെയ്തവരെ എന്ത് ചെയ്യണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടകളുണ്ടാണല്ലോ ഭരണഘടനയിൽ അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തെറ്റ് ചെയ്തവരെ എങ്ങനെയാണ് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത്? ആ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു കേരളത്തിലെ ഗവൺമെൻറ്. രണ്ടാമത്തെ കാര്യം എന്താണ്? തെറ്റ് ചെയ്തവരുടെ ഭാഗമായിട്ട് പാവപ്പെട്ട നിക്ഷേപകർ ബുദ്ധിമുട്ടാൻ വേണ്ടി പാടില്ല. അവർക്ക് കഴിയാവുന്നത്ര വേഗത്തിൽ ഒരു ഗവൺമെൻറ് ചെയ്യാൻ കഴിയാവുന്നത്ര ഇടപെട്ടുകൊണ്ട് ഇതൊക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൻ്റെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് വളരെ വിനയത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ തെറ്റ് ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയ് മല്യയെ ഇന്റർപോളിൻ്റെ സഹായം തേടി തിരിച്ചു കൊണ്ടുവരാലോ. എന്താ നിങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നത്? അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിലൂടെ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ള വജ്ര വ്യാപാരി നീരവ് മോദി എവിടെയാണുള്ളത്? പ്രധാനമന്ത്രി വിചാരിച്ചാൽ അവരൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയില്ലേ? കോർപ്പറേറ്റുകളുടെ കൂടിയാണ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണകക്ഷി. ആ തട്ടിപ്പൊന്നും മൂടി വെച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് 10,000-കണക്കിന് സഹകരണ സ്ഥാപനങ്ങൾ നല്ലപോലെ പ്രവർത്തിക്കുന്ന ഒരു നാടാണ് കേരളത്തിൻ്റെ സഹകരണ സ്ഥാപനം. അതിൽ 1-2 ബാങ്കുകൾക്ക് പറ്റിയ തെറ്റുകളെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാര്യങ്ങൾ കാണേണ്ടതില്ല. അതിൻ്റെ തെറ്റ് തന്നെയാണ് കാശ്മീർ. അതിൽ കാര്യത്തിൽ ഞങ്ങളില്ല. അതുകൊണ്ടാണ് അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. ആ തെറ്റ് ചെയ്തവരുടെ പേരിൽ കേസെടുത്ത് അവരെ ശിക്ഷിച്ചാൽ പാവപ്പെട്ടവരുടെ നിക്ഷേപങ്ങൾ തിരിച്ചു കിട്ടില്ല. അതിന് നടപടി സ്വീകരിക്കുന്നത്. ഞാൻ പ്രധാനമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. 10 സഹകരണ ബാങ്കുണ്ട് BJP നേതൃത്വം നടക്കുന്ന കേരളത്തിൽ. അല്ലെങ്കിൽ BJP നേതൃത്വം പറയണം. അതിൽ 7 സഹകരണ ബാങ്കുകളും ക്രമക്കേടല്ലേ? അതിൽ കാസർഗോഡ് മിഗു സഹകരണ ബാങ്കിലെ ഗുരുതരമായ ആരോപണത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളുടെ അച്ഛൻ 1.5 ലക്ഷം രൂപ കടമെടുത്തു. അവർ കള്ളരേഖ ഉണ്ടാക്കി അത് 16 ലക്ഷമാക്കി മാറ്റി, 13 ലക്ഷമാക്കി മാറ്റി. ആ തുക തിരിച്ചടച്ചു. ഇനി 6 ലക്ഷം കൂടി അടച്ചാലേ പലിശയൊക്കെ ആയിട്ട് തുക കിട്ടുന്നല്ലേ പറയുന്നത്. അത് വിജിലൻസ് അന്വേഷണത്തിലല്ലേ? അപ്പോൾ BJPയുടെ ഇത്തരം തെറ്റുകൾ മൂടി വെക്കേണ്ട കാര്യമുണ്ടോ? ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. കരുവന്നൂരിലെ തെറ്റിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നേ ഇല്ല. അത് രാജ്യത്തിനും നമുക്കൊക്കെ പ്രയാസം ഉണ്ടാക്കിയതാണ്. എന്താണ് ഒരു തെറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന നടപടി? ആ നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ലേ നോക്കുന്നത്. അത് പ്രസംഗിച്ചിട്ടാണോ നടപടി ഉണ്ടായിരിക്കുന്നത്? കേരളത്തിൽ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. CR നീലൻ, ഇവിടെ ശരിയാണ്. ഇവിടെ കരുവന്നൂർ പ്രശ്നമുണ്ടായി. കരുവന്നൂർ ഉണ്ടാവരുതാത്ത അങ്ങേറ്റം അധമപ്പണികൾ അവിടെ ഉണ്ടായി. നമ്മളത് വർഷങ്ങളായി ചർച്ച ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അതിൻ്റെ ആ ചർച്ചകളുടെ ഫലമായി കൂടെ തന്നെ 1 ലക്ഷം 1 ലക്ഷം വരെ നിക്ഷേപമുള്ളവർക്ക് ഇതിനോട് കൊടുത്തു കഴിയുന്നു. ബാക്കിയുള്ളവർക്ക് പകുതി കൊടുക്കുന്നു. അതിനെ ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്ന നല്ല കാര്യം. ഇവിടെ സ്വർണ്ണക്കടത്ത് നമ്മൾ കാലാകാലങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഈ പറയുന്ന മാസപ്പടി നമ്മൾ കാലാകാലങ്ങൾ ചർച്ചയാണ്. ഇപ്പോൾ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജോമി തോമസിൻ്റെ പേരിൽ ബൈലൈൻ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ ഇതൊക്കെ അവിടെ വന്നതാണ്. ഇത് ഇലക്ഷൻ മുഖത്ത് പ്രധാനമന്ത്രി വന്നു നിന്ന് ഓരോന്നോരോന്നോ ആവർത്തിച്ച് പറയുന്നതിനെ നടപടിയെടുക്കാനുള്ള ആത്മാർത്ഥതയായി കാണണോ, അതോ തെരഞ്ഞെടുപ്പ് മുഖത്ത് 10 വോട്ട് കിട്ടാനുള്ള വഴിയുണ്ടോ തൃശ്ശൂരിലടക്കം തിരുവനന്തപുരത്തടക്കം എന്ന് നോക്കലായി കാണണോ ശ്രീ CR നീലകണ്ഠൻ? ഞാനിതിനെ പൂർണ്ണമായും ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഇലക്ഷൻ സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ കാശ്മീർ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 10 മാസം അതിൽ കൂടുതലോ ജയിലിൽ കിടന്നു. ഒരു പ്രാവശ്യം പോലും മുഖ്യമന്ത്രി അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ചോദിച്ചില്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ വെറും പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പോൾ അവർ പുറത്താക്കി. ഒരാളുടെ മൊഴിയുടെ പേരിൽ, നേരത്തെ കാശ്മീർ പറഞ്ഞതുപോലെ ഒരാളുടെ മൊഴിയുടെ പേരിൽ മാപ്പ് സാക്ഷിയായി അയാൾ BJP ചേർന്നു. BJPക്ക് 150 കോടി രൂപ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളും അതിനു മുമ്പ് സിസോദിയൊക്കെ ജയിലിലാണ്. ഇവിടെ അതിനേക്കാളൊക്കെ കൂടുതൽ തെളിവുണ്ടായിട്ടും ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും, അത് കോർപ്പറേറ്റുകൾക്ക് നേരത്തെ ശശീന്ദ്രൻ പറഞ്ഞതുപോലെ കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുക, അദാനിക്ക് ഇദാനിക്കൊക്കെ. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഇവിടെ കേന്ദ്ര സർക്കാരിന് ധാർമ്മികതയോടെ പറയാൻ കഴിയണമായിരുന്നുവെങ്കിൽ ഈ കേസുകളൊക്കെ അന്വേഷിക്കണമായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ വന്ന് പറഞ്ഞപ്പോഴല്ലോ സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും നാണം ഉണ്ടാവണ്ടേ? ആരാ സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്നത്? സ്വർണ്ണക്കടത്തിൽ ആരെയാ പിടിച്ചേ?
എന്താ ഉണ്ടായേ? ഇപ്പോൾ കരുവന്നൂരിൽ എനിക്ക് സജീന്ദ്രൻ പറഞ്ഞ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ശശീന്ദ്രൻ പറഞ്ഞതിനോട് യോജിപ്പില്ല. കാരണം ഞാൻ കരുവന്നൂർക്കാരനാണ് അഷ്മി. കരുവന്നൂർക്കാരൻ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരന്തം മാത്രമല്ല പ്രശ്നം, അതിൽ പാർട്ടിയിലെ അത്യുന്നതന്മാർക്ക് വരെ പങ്കുണ്ടായിരുന്നു എന്ന് എനിക്ക് നേരിട്ടറിയാം. കാരണം അവിടെ ഇപ്പോൾ ഇത് 2018 അതിന് മുമ്പ് തുടങ്ങിയതാണ്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നടക്കുന്നു. അവിടുത്തെ ഈ ക്രമക്കേടിനെ കുറിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും പാർട്ടി സംസ്ഥാന നേതാക്കൾക്കും ഒക്കെ അവിടുത്തെ സഖാക്കൾ കൊടുത്ത കത്തുകൾ ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരില്ലാന്നും പറയണ്ട, എന്നോട് പറയണ്ട. പക്ഷേ ഒന്നും ചെയ്തില്ല, പാർട്ടി ഒന്നും ചെയ്തില്ല. കാശ് മാത്രമല്ല, കരുവന്നൂരിന് പുറത്തുള്ള ഇഷ്ടം പോലെ ആളുകൾ 50 കോടി 60 കോടി 100 കോടിയൊക്കെ കള്ളപ്പണം മാറ്റാനായിട്ട് കരുവന്നൂരിന് ഉപയോഗിച്ചു എന്ന വളരെ പ്രധാനമായൊരു പ്രശ്നമുണ്ട്. വടക്കാഞ്ചേരിയിലെ സതീഷ് കുമാറും മറ്റേ അരവിന്ദാക്ഷനും ഒക്കെ എന്ത് കാര്യം കരുവന്നൂർ 30 കിലോമീറ്റർ ദൂരമുണ്ട് കരുവന്നൂരും വെച്ചാൽ ഒരു ജില്ലയും ജില്ലയുടെ ഒരറ്റമാണ്. അവിടെ ഇരുന്നിട്ടുള്ളതാണ് അവിടെ കരുവന്നൂർ എങ്ങനെയാണ് അരവിന്ദാക്ഷം വന്നേ? എൻ്റെ നാട്ടിൽ എങ്ങനെയാണ് അരവിന്ദാക്ഷം വന്നേ? ഒരു പഞ്ചായത്തിൻ്റെ മാത്രം അതിർത്തിക്കുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിൽ എങ്ങനെയാണ് അരവിന്ദാക്ഷന് നിക്ഷേപം ഉണ്ടായത്? ഇതിന് മറുപടി പറയാൻ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. അരവിന്ദാക്ഷൻ ഇപ്പോഴും പാർട്ടിയിലുണ്ടെന്നാണ് ഞാൻ കണക്കാക്കണേ. AC മൊയ്തീൻ ഇത് നേരത്തെ അറിയാം, ഒന്നും ചെയ്തൊന്നുമില്ല. അപ്പോൾ ഞാൻ അവർ രക്ഷപ്പെടുത്താനൊന്നും പറയല്ല. പക്ഷേ പ്രധാനമന്ത്രി ഒരു ചുക്കും ചെയ്യാൻ പോലുള്ള ഇത് ഇലക്ഷൻ സ്റ്റണ്ടാണ്. ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ കുറേ ആരോപണം ഉന്നയിക്കും, അത് കഴിഞ്ഞ് അങ്ങേരെ വഴിക്ക് പോകും. അതിനെന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഏതായാലും കുറ്റകൃത്യം ഗൗരവതരമായി നടന്നാലും പിടിക്കില്ല. പക്ഷെ കണ്ടല്ലോ, നമ്മൾ വടക്കേന്ത്യയിൽ കണ്ടല്ലോ, ഏറ്റവും വലിയ കുറ്റവാളിയാണെന്ന് ED പ്രഖ്യാപിച്ച് അയാളെ ജയിലിലിടാൻ തീരുമാനിച്ചാൽ അയാൾ രാവിലെ ചെന്ന് BJP ഓഫീസിൽ ചെന്ന് ഒരു കാവിയുടെ ഷാള് പുതച്ച് മോഡിയെ കണ്ട് തൊഴുത് ഇലക്ട്രൽ ബോണ്ടിൽ പൈസ ഇട്ടാൽ അയാൾ പുണ്യവാനായി. അപ്പം ഇവിടെ അങ്ങനെ കിട്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരായി ഒരു താല്പര്യമില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നമ്മൾ കണ്ടതല്ലേ, എത്ര വലിയ തട്ടിപ്പ് അഴിമതിയാണ് അതിൽ നടന്നിട്ടുള്ളത്. ഇതൊക്കെ പുറത്തു വന്നിട്ടും അതൊന്നും ചർച്ച ചെയ്യാതെ, അതിലൊന്നും ചെയ്യാതെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ നേതാക്കന്മാരും ചെയ്യണതല്ലേ രശ്മി? ഇത് ചാനൽ ചർച്ചയ്ക്കോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോ വരുമ്പോൾ ഉള്ളതും ഇല്ലാത്ത ആരോപണം പറയും. ഞാൻ അങ്ങനെയൊക്കെ താമസിക്കാം. ശരി, ഞാൻ CVP ഇവിടെ സ്വർണ്ണക്കടത്ത് ഈ സംഭവം ഉണ്ടാകുന്ന എന്നാണ് 2020 നമ്മൾ ആ ദിവസങ്ങളിൽ അതിനെ തുടർന്ന് ED ലീക്സിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കാണ്ടം എത്ര മാസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ 10-30 ദിവസം മറ്റൊരു വിഷയം എടുക്കാതെ ഈ സമയം അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചു നമ്മുടെ ചാനൽ സ്പേസ് ഇല്ലേ? എന്തെങ്കിലും ഉണ്ടായോ? എന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോരോ തെരഞ്ഞെടുപ്പിൽ ഒന്ന് സ്വർണ്ണക്കടത്ത് പറഞ്ഞിട്ട് പോകും. കരുവന്നൂർ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ മാസപ്പടി കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇലക്ഷൻ സ്റ്റണ്ട് അല്ലാതെ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൽ ആത്മാർത്ഥതയുടെ തരിമ്പുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട്? അപ്പോൾ താങ്കൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആളുകൂടിയാണല്ലോ ശ്രീ പത്മനാഭൻ. അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായില്ലേ? കരുവന്നൂർ കേസിൽ അരവിന്ദാക്ഷൻ അറസ്റ്റിലായില്ലേ? AC മൊയ്തീൻ എന്ന മുൻ CPM മന്ത്രിയുടെയും CPMൻ്റെ വലിയ നേതാവിൻ്റെയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചില്ലേ? ബിജുവിനെയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? എന്താ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത്? ഞങ്ങളിതൊക്കെ ചെയ്യുന്നില്ലേ സർക്കാർ? പിന്നെ മാസപ്പടി കേസിൽ ED അന്വേഷണം ആരംഭിച്ചില്ലേ? CMROനെ വിളിപ്പിക്കാൻ പോവുകയാണ്. മിക്കവാറും വീണ വിജയനെ വിളിപ്പിക്കും. അപ്പോൾ ആ കേസുകളുടെ കാര്യത്തിലൊക്കെ നടപടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആ കേസിൽ ഉൾപ്പെട്ട ആളെയും ആ കേസിൽ കുറ്റകൃത്യം ചെയ്ത ആളെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അയാളുടെ സമീപത്ത് നിൽക്കുന്ന ആളുകളെയും അയാളുമായി ബന്ധമുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ചെയ്യല്ലേ സാർ ചെയ്യേണ്ടത്? ഇപ്പൊ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു, കാര്യം ശരിയാണ്. പക്ഷേ ഇത് രാഷ്ട്രീയ ബന്ധമുണ്ട്, ഗൂഢാലോചന ഭാഗത്തോട് അന്വേഷണം പോയിട്ടേ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ പറയുന്ന ആ ലോക്കറിലിരിക്കുന്ന പണം അത് ലൈഫ് മിഷൻ കിക്ക് ബാക്ക് ആണോ, സ്വർണ്ണക്കടത്ത് വഴി കിട്ടിയ പണമാണോ സ്വപ്നയ്ക്ക് എന്നുപോലും കണ്ടെത്താൻ കഴിയുന്നില്ല. ആ രീതിയിൽ 4 വർഷങ്ങൾക്ക് അവ്യക്ത പുകമറയ്ക്കകത്ത് വാങ്ങി ചോദിക്കുകയാണ്. ഒരു ശിവശങ്കരനെ പിടിച്ച് അകത്തിട്ടില്ലേ? എന്നിട്ട് ഓരോ സീസണിൽ പ്രധാനമന്ത്രി സ്വർണ്ണക്കടത്ത് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുകയാണ്. ഇത് ജനത്തിന് മനസ്സിലാവില്ലേ ശ്രീ പത്മനാഭൻ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കള്ളക്കടത്ത് കേസിൽ ജയിലിൽ പോയിട്ടുണ്ടോ? കേരളത്തിലല്ലാണ്ട്. അപ്പോൾ എന്താ അങ്ങനെ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ആ ഓഫീസ് നിയന്ത്രിച്ച ആളാണ്. അയാൾ ജയിലിൽ പോയില്ലേ? എത്ര കാലം ജയിലിൽ കിടന്നു? സാർ അവിടെ നിന്നോ? അവിടെ തീർന്നു അല്ലേ? അപ്പൊ താങ്കൾ പറയണം അതിന്റെ ഫൈനൽ സൊല്യൂഷൻ താങ്കൾ പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേന്ദ്രമായ ഓഫീസ് എന്തെന്ന് അറിയാം. മാസങ്ങൾക്ക് ഇപ്പുറം വീണ്ടും പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്വർണ്ണക്കടത്ത്. സാർ ഇതിൽ അന്വേഷണ ഏജൻസിയുടെ ചുക്കാൻ പ്രധാനമന്ത്രിയുടെ പക്കലില്ലേ? ചെയ്തുകൂടെ? അല്ല, പ്രധാനമന്ത്രിക്ക്
നാട്ടിലുള്ളവരെ പിടിച്ച് മുഴുവൻ ജയിലിലിടാൻ ഉത്തരവിടാൻ പറ്റുമോ? ഈ രാജ്യത്ത് ഞങ്ങൾ പറയുന്ന കാര്യം എന്താ അറിയോ? ഈ രാജ്യത്ത് ആകെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരേ ഉള്ളൂ. ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ പോയിരിക്കുന്നു. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയി. സ്വർണം പിടിച്ചു വെച്ചപ്പോൾ അത് റിലീസ് ചെയ്യാൻ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയി. അത് വിളിച്ചത് ശിവശങ്കരനാണ്. മുഖ്യമന്ത്രിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയി. അത് വിളിച്ചത് ശിവശങ്കരനാണ്. ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ അത്രേ ഉള്ളൂ. മറ്റു യാതൊരു ഗൂഢാലോചന അതിലില്ല. തീർന്നോ? അങ്ങയെ പോലെ ഞാനും ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവും ഏത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം. പക്ഷെ അത് നടക്കുന്ന കാര്യമാണോ? തെളിവ് വേണ്ടേ? അതാണ് പ്രശ്നം. അന്വേഷണ ഏജൻസിക്ക് അന്വേഷണ മധ്യേ തെളിവ് വേണം. ഇല്ലെങ്കിൽ എന്താവും? കേവലം അത് തെളിവുള്ള ആളുകൾ. എന്തിനാണ് പ്രധാനമന്ത്രി പറയുന്നത്? പിന്നെ ഇലക്ഷൻ മുഖത്ത് പിന്നെയും പറയുന്നത് എന്തിനാണ്? തെളിവില്ലാത്ത കാര്യത്തിൽ താങ്കൾ തന്നെ പറയും. ബി.ജെ.പിയുടെ വക്താവ് എന്ന് പറയുകയാണ്. അല്ല, ബി.ജെ.പിയുടെ വക്താവ് എന്ന് സ്വർണ്ണക്കടത്തിന് തെളിവില്ല താങ്കൾ തന്നെ പറഞ്ഞാൽ നമ്മുടെ ചർച്ച തീർന്നില്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണ്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയിട്ടുണ്ടോ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജയിലിൽ പോയിട്ടുണ്ടോ? പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി IAS-കാരൻ സ്വർണ്ണക്കള്ളക്കടത്തിന് ജയിലിൽ പോയിട്ടുണ്ടോ? അപ്പോൾ ഇത് വലിയ കാര്യമാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കേരളത്തിൽ ഇതൊരു വിഷയമായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദി ഓൺലി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വേർ ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദി ചീഫ് മിനിസ്റ്റർ ഹാസ് ബീൻ സെൻറ്റ് ടു ജയിൽ ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗോൾഡ് സ്മഗ്ലിംഗ്, സ്വർണ്ണക്കള്ളക്കടത്തിൽ. അപ്പോൾ വലിയ കാര്യമാണ്. പ്രധാനമന്ത്രി പറയും, സാർ, ഈ സ്വർണത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? സ്വർണം ആർക്ക് വേണ്ടിയാണ് വന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? അവർക്ക് നയതന്ത്ര പരീക്ഷ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞോ? എത്രയെത്ര പേരുകൾ നമ്മൾ കേട്ടു. 4 വർഷങ്ങൾക്ക് ഇപ്പുറം ഇതൊന്നുമില്ല. ആകെ ശിവശങ്കരൻ മാത്രം. ഇതാരോട് പറയുകയാണ് ശ്രീ പത്മനാഭൻ? ചോദ്യമല്ല, അതൊന്നും എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, അന്വേഷണ ഏജൻസിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസിയോട് ചോദിക്കേണ്ട ചോദ്യം, ബി.ജെ.പിയോട് ചോദിക്കേണ്ട ചോദ്യമല്ല. ശരി, ബി.ജെ.പിയോട് ചോദിക്കേണ്ട ചോദ്യമല്ലത്. ശരി, അല്ലാതെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. നടപടിയെടുക്കും. പ്രധാനമന്ത്രി പറയുന്നു, രാഷ്ട്രീയമല്ലേ? പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിലല്ലല്ലോ പറയുന്നത്, പൊളിറ്റിക്കൽ സ്പീച്ചിലല്ലേ പറയുന്നത്. പ്രധാനമന്ത്രി അതിന്റെ പ്രാധാന്യത്തിൽ കണ്ടാൽ മതി എന്നാണോ? അല്ല, അതിന്റെ പ്രാധാന്യത്തിൽ കണ്ടാൽ താങ്കൾ പറഞ്ഞാൽ ഓക്കെ. നടപടി ഉണ്ടാവും. അന്വേഷണം മധ്യേ തെളിവ് ലഭിക്കുന്ന എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാവും. CMRL ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അടുത്തത് വീണ വിജയനാകാൻ സാധ്യതയുണ്ട്. കാരണം CMRL പൈസ പോയത് വീണ വിജയനാണല്ലോ. സോൾ പ്രൊപ്പറേറ്ററി ഷിപ്പാണുള്ളത്. അപ്പൊ കാത്തിരിക്കൂ. നിങ്ങൾ ഇതെല്ലാം കൂടി ഇന്ന് നടക്കണം, നാളെ നടക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. ഇല്ല, നടക്കട്ടെ. ഞങ്ങൾ KP നൗഷാദ് അലി, ഇവിടെ നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ എന്താണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിണറായി വിജയൻ തമ്മിൽ ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായാണ് മാസപ്പടിയിലേക്ക് അന്വേഷണം വരാത്തത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ED എന്തുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിനൊക്കെ ഉള്ള ഒന്നാം തരം മറുപടി എന്ന് പ്രധാനമന്ത്രി പറയുകയാണ്. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെയും പിണറായി വിജയൻ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുകയാണ് ആരോപണ വിധേയരാണവർ. അപ്പോൾ നിങ്ങളുടെ ആ ആരോപണത്തിന്റെ മുനയൊടിഞ്ഞോ നൗഷാദ് അലി? ഇത്രമാത്രം നിഷ്കളങ്കമായിട്ടൊന്നും ഹഷ്മി ചിന്തിക്കരുത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത നേതാവ്, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുമ്പോൾ ആ സംസ്ഥാനത്തെ അവരുടെ പാർട്ടിയുടെ പ്രധാന എതിരാളികളെ ആക്രമിക്കുന്നു എന്നുള്ളത് മുൻനിർത്തിയൊക്കെ, അല്ലെങ്കിൽ പ്രസംഗമധ്യേ പറയുന്നു എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി ഇവരൊക്കെ വളരെ കൃത്യമായി ശത്രുക്കളാണ്, ഇവർ തമ്മിൽ യാതൊരുവിധ കൂട്ടുകച്ചവടവും ഇല്ല എന്നൊക്കെയുള്ളൊരു നിഗമനത്തിൽ ഇത്ര നിഷ്കളങ്കമായിട്ടൊന്നും എത്തിച്ചേരണ്ട. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയും BJP-യൊക്കെ ഉയർത്തുന്ന പൊള്ളയായ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഉത്തരേന്ത്യ പോലും അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. തൊഴിലില്ലായ്മയും പട്ടിണിയും വിലക്കയറ്റവും ഒക്കെ അവിടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മാറിക്കഴിഞ്ഞു എന്ന വിശ്വസനീയമായ സർവേ വിവരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളൊരു കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും. കാരണം ഇവിടെ ഞാൻ അത്ഭുതപ്പെടുന്നത് ഇവരുടെ ഈ പ്രകടന പത്രികയിൽ ഇവർ ഗ്യാസിനും പെട്രോളിനും ഡീസലിനും ഒക്കെ വില കുറക്കുമെന്ന് പറഞ്ഞതാണ്. കാരണം 2014 അധികാരത്തിലേറുമ്പോൾ സമാനമായ വാചകം പറഞ്ഞ്
ഇന്ത്യ രാജ്യത്തെ ലോകത്തെ ഏറ്റവും അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് വില ഈടാക്കുന്ന രാജ്യമാക്കി മാറ്റി ഊറ്റി സത്ത് പിഴിഞ്ഞ ആളുകൾ 10 കൊല്ലം കഴിഞ്ഞിട്ടൊരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോഴും ഒരു ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുകയാണ്. ഇതിന് സമാനമാണ് അവരുടെ മുഴുവൻ നിലപാടുകളും. കാരണം 15 ലക്ഷം രൂപ കള്ളപ്പണം ശേഖരിച്ച് നമുക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞ കാര്യം ഉൾപ്പെടെ, കർഷകർക്ക് MSP നിയമവിധേയമാക്കുമെന്ന് പറഞ്ഞതുൾപ്പെടെ, തൊഴിലില്ലായ്മ മാറ്റി 2 കോടി തൊഴിലുകൾ പ്രതിവർഷം യുവാക്കൾക്ക് നൽകുമെന്ന് പറഞ്ഞതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മുഴുവൻ പൊളിച്ചടങ്ങിയിട്ട് വീണ്ടും ഇത്തരത്തിൽ ഗരീബി, അതുപോലെ യുവക്ക്, അന്നദാത്ത, നാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീണ്ടും ചില വാചാടോപങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായിട്ടൊരു വിലയിരുത്തൽ നടത്തണം. കഴിഞ്ഞ 45 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് വർധനയ്ക്ക് രാജ്യത്തെ സാക്ഷ്യം വഹിച്ച, രാജ്യത്തെ അതിലൂടെ നയിച്ച ഒരു സർക്കാരാണ്. ഈ രാജ്യത്ത് പ്രതിവർഷം 10,000-ലധികം MSMEകൾ, മൈക്രോ സ്മാൾ മിനി എന്റർപ്രൈസസുകൾ പൂട്ടുകയാണ്. ഈ രാജ്യത്തെ പഞ്ചരത്ന, നവരത്ന, മഹാരത്ന കമ്പനികളൊക്കെ ത്രോ അവേ പ്രൈസിന് വിറ്റ് തുലച്ചു കഴിഞ്ഞു. ഈ രാജ്യത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റിലും ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള അതിക്രമം ഇവിടെ FIR ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം 5 ലക്ഷത്തോളം അതിക്രമ കേസുകൾ ഔദ്യോഗികമായിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇവിടുത്തെ ഒളിമ്പ്യന്മാർ, മെഡലിസ്റ്റുകൾ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ തങ്ങളുടെ മടിക്കുത്തഴിച്ച കൈകളെ ഒന്ന് ബലങ്ങണയിക്കണം, ഒരു കേസെടുക്കണം എന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ട് അത് നടക്കാതെ പോവുകയാണ്. മടിക്കുത്തഴിച്ച ആളൊക്കെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഇതേ കേന്ദ്രഭരണ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അവരാണ് നാരിശക്തിയെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ വിളംബരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷകർക്ക് ഇന്നൊരു സമരം ചെയ്യാൻ പോലുള്ള അധികാരമില്ല, അവസരമില്ല. സമരം ചെയ്യുന്ന കർഷകനെ വിഘടനവാദിയാക്കിയിട്ടാണ് ഇവർ ചിത്രീകരിക്കുന്നത്. അവരെ തല്ലിക്കൊല്ലുകയാണ്, അവർക്ക് നേരെ ബുള്ളറ്റുകൾ പായിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ രാജ്യത്തെ വഞ്ചിച്ച ആളുകൾ, ഈ പറഞ്ഞ അതേ ആളുകളെ പ്രതിനിധീകരിച്ച് വീണ്ടും പൊള്ളയായ വാചകങ്ങളൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് വളരെ ഗൗരവതരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഹിന്ദുവും മുസ്ലിമുമാക്കി രാജ്യത്തെ വിഭജിച്ച് ധ്രുവീകരിച്ച് തങ്ങളുടെ എല്ലാ തിന്മകളും അതിൽ പൊതിഞ്ഞ് വിജയിച്ച് കയറാനുള്ള BJPയുടെ സ്ഥിരം അടവുകൾ ഈ രാജ്യത്ത് കാലിടറുന്നതിൻ്റെ വളരെ കൃത്യമായ സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് ലഭ്യമാക്കുന്നുണ്ട്. നമ്മൾ അതിൽ ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്യണം. അതാണ് രാഹുൽ ഗാന്ധി എന്ന് വയനാട് വന്ന് പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് RSSന്റെ ഐഡിയോളജിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു രാജ്യം മതി, ഒരു തെരഞ്ഞെടുപ്പ് മതി, ഒരു ഭാഷ മതി, ഒരു നേതാവ് മതി, ഒരു പാർട്ടി മതി, ഒരു മതം മതി, ഒരു വണ്ണസ് മാത്രം മതി ഈ രാജ്യത്ത് എന്ന മട്ടിൽ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകതകളെക്കുറിച്ച് അജ്ഞത ബോധപൂർവം നടിച്ച് മുന്നോട്ട് പോവുകയും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് രീതികളിലേക്ക് രാജ്യത്തെ മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സർക്കാർ. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. BJPക്കാർ എന്തൊക്കെ ചട്ടലംഘനം നടത്തിയാലും ഒരു കേസും എടുക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇവിടെ EDയും ഇൻകം ടാക്സും മറ്റ് CBI അടക്കമുള്ള ഏജൻസികളൊക്കെ ചെയ്യുന്ന പണികളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകളിൽ നമ്മൾ ആ വിഷയങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇവരാരെ പിടിക്കാൻ പോകുന്നുവോ അവരിവരുടെ ഷാളണിഞ്ഞാൽ, ഇവരുടെ ഇലക്ട്രൽ ബോണ്ട് നിറച്ചാൽ, അല്ലെങ്കിൽ ഇവരുടെ പാർട്ടിയിൽ ചേർന്നാൽ അതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. അംബുജം സിമെന്റിനെ ED റൈഡ് ചെയ്താൽ പിറ്റേ ദിവസം അംബുജം സിമെന്റ് അത് അദാനിക്ക് വിൽക്കും. JVK റൈഡ് ചെയ്താൽ JVK തങ്ങളുടെ എയർപോർട്ടിലെ മുഴുവൻ പ്രവൃത്തികളും പദ്ധതികളും അദാനിക്ക് കൈമാറും. അദാനിക്ക് വഴിതെളിയിക്കുന്ന, BJPക്ക് വഴിതെളിയിക്കുന്ന ഏജൻസികൾ, ഫെഡറൽ വ്യവസ്ഥിതി തകരുന്നു, ഭരണഘടന ഇല്ലായ്മ ചെയ്യപ്പെടുന്നു, എല്ലാ തരത്തിലും വലിയ ചിന്ത ഈ രാജ്യത്ത് മുഴങ്ങുന്നുണ്ട്. അതിവിടെ പ്രതിഫലിക്കും, തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉത്തരം. ശശീന്ദ്രൻ, ഇവിടെ VP ശ്രീധരൻ പറയുകയാണ്, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് പറയുമ്പോൾ ശിവശങ്കറിൻ്റെ മുഖം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട്. ശിവശങ്കരൻ മുഖ്യമന്ത്രിയുടെ ഫസ്റ്റ് ലെഫ്റ്റനൻ്റായി ആ ഓഫീസിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കരുവന്നൂരൊക്കെ വരുമ്പോൾ അരവിന്ദാക്ഷനുണ്ട്, മൊയ്തീൻ്റെ വീട്ടിലെ റെയ്ഡുണ്ട്, മൊയ്തീൻ്റെ പണം കണ്ടുകിട്ടിയ സംഭവമുണ്ട്. മാസപ്പടിയിലേക്ക് വരുമ്പോൾ എന്തിനാണ് കരിമണൽ കർത്തായിയുടെ കയ്യിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യമുണ്ട്. കാര്യം ശരിയാണ്, അതൊക്കെ പെരുപ്പിച്ച് പറയുന്നുണ്ടെങ്കിലും, അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പോർമുഖത്താണ് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇതൊക്കെ കഴമ്പുള്ള കാര്യമല്ലേ എന്ന് ജനം ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ ശശീന്ദ്രൻ? ജനം അങ്ങനെ ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ലേ വിഷയം. കുറച്ചുപേർ ചിന്തിക്കുന്നുണ്ടാവും രാഷ്ട്രീയമായിട്ട്.
കേരളത്തിലെ ഭൂരിപക്ഷ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാം പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വരുമോ? ഇപ്പോൾ ഭൂരിപക്ഷ പിന്തുണ ഞങ്ങൾക്കല്ലേ, ജനം മറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് കള്ളക്കഥയാണ്. അല്ല, അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയം ആധാരമാക്കി ഒരു വിഷയത്തിന്റെ മെറിറ്റും ഡിമെറിറ്റിലോട്ട് പോയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം വരവ് ആദ്യ മോഡിയുടെ എല്ലാ നയങ്ങൾക്കുള്ള അംഗീകാരം എന്ന് പറയേണ്ടി വരില്ലേ ആ യുക്തി പ്രകാരം? അത് യുക്തിയാണോ ശശീന്ദ്രൻ? അല്ലല്ല, പ്രധാനമന്ത്രിക്ക് രണ്ടാം വരവിലും അത്ര വലിയ യുക്തിയില്ല. കാരണം 91 കോടി ജനങ്ങൾ വോട്ടർമാരുണ്ടായിരുന്നതിൽ 63 കോടി ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അതിൽ 33 കോടിയോ മറ്റോ പകുതി. കാരണം അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ അനൈക്യമാണ് അതിൻ്റെ വലിയ വിഷയം. അതിൽ നിന്നാണ് ഇന്ത്യ എന്ന കൂട്ടായ്മയ്ക്ക് ഒരാശയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് അവർ മസിൽ പവറും മണി പവറൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, CPM BJPയുമായിട്ട് എന്തോ ഒരു ഡീലുണ്ട് എന്ന രീതിയിൽ ചിലർ സംശയിക്കുന്നുണ്ടല്ലോ. ആ സംശയം ഉണ്ടെങ്കിൽ ഇപ്പം നേരത്തെ നൗഷാദ് അലി പറഞ്ഞിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇലക്ട്രൽ ബോണ്ടാണ്. 6666 കോടി രൂപയാണ് അവർ 55% വാങ്ങിയിരിക്കുന്നത്. അഴിമതിപ്പണമാണ്. എണ്ണി ഓരോ കമ്പനിയുടെയും കാര്യങ്ങൾ പറയാൻ കഴിയും. അതെല്ലാം നാടറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നേ ഇല്ല. ആരാണത് വിളിച്ചത് കൊണ്ടുവന്നത്? CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൊടുത്ത കേസിനെ തുടർന്ന് അത് നീട്ടിവെപ്പിക്കാൻ നോക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് കോർട്ടലക്ഷ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാം വെളിപ്പെടുത്തി വന്നിരിക്കുന്നത്. അത് അഴിമതിയാണ്. നൗഷാദ് അലി പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് വയനാട്ടിൽ വന്ന രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ ഭർത്താവ് റോബർട്ട് വധേര 170 കോടി രൂപ കൊടുത്തിട്ട് ഇപ്പോൾ ആ കേസ് എന്തായിപ്പോയി? ഞങ്ങൾ എന്തെങ്കിലും ഇലക്ട്രൽ ബോർഡിലേക്ക് പൈസ കൊടുത്തോ? CPMോ അല്ലെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്തോ? ആർക്കെങ്കിലും പറയാൻ വേണ്ടി കഴിയുമോ? ഞങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ CPMനോ ഒരു പങ്കുമില്ല. എന്താ ഇപ്പം ഈ കേസെല്ലാം വീണ്ടും അന്വേഷിക്കുന്നത്? വിട്ടുവീഴ്ചയില്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ ആ കേസിൽ പോകേണ്ട വല്ല കാര്യമുണ്ടോ? CPMും CPIയുമാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത പാർട്ടികൾ. ഞങ്ങൾക്കതിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്, സമീപനമുണ്ട്. അതാണ് ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുന്നത്. അത് വിളിച്ചത് കൊണ്ടുവന്ന ദേഷ്യം നരേന്ദ്രമോദിക്കുണ്ട്. അതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ പുതിയ ചലനങ്ങളിൽ ഒരു കാരണം. അത് മാത്രം ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല, ഒരു കാരണം അതാണ്. ഇത്രമേറെ അഴിമതി നടത്തിയവർ, ഞങ്ങൾ ആരെങ്കിലും അഴിമതിക്കാരുണ്ടോ എന്ന് വലിയ വായിലല്ലേ മാൻ കി ബാത്തിലെല്ലാം പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ മുഖം വികൃതമായി പോയില്ലേ? ആ മുഖം വികൃതമായതിന് വന്നിട്ട് ഇവിടെ വന്നിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് യോജിപ്പില്ല. അവർ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കില്ല. അപ്പോൾ കോൺഗ്രസ് എന്താ ഞങ്ങളോട് പറഞ്ഞത്? കേന്ദ്ര നിയമം പാസ്സാക്കി നടപ്പിലാക്കില്ല. അതിനാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജനങ്ങളാണ് വലിയ കോടതി. ഈ കോടതിയിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രകടനപത്രികയിൽ പറയാൻ പോലും അവർക്ക് കഴിഞ്ഞില്ലല്ലോ വിഷയങ്ങൾ. പോരാട്ടമാണ് CPM അതിന്റെ പക തീർക്കാണ് മോഡി എന്ന് പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ കേസിൽ കൊണ്ടുവന്ന് വിരട്ടിക്കളയാന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയമപരമായി രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ നേരിടും. CR നീലാണ് ഇപ്പോൾ അങ്ങേയറ്റം അവിശുദ്ധ വഴികളിൽ, ഗുപ്ത വഴികളിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പൂർണ്ണമായി കണ്ടെത്തിയാണല്ലോ ഇലക്ട്രൽ ബോണ്ട് കുംഭകോണം സുപ്രീം കോടതി നിരോധിച്ചത്. ഇന്നും ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ബാറ്റ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവരും ഇലക്ട്രൽ ബോണ്ട് പിൻവലിച്ച തീരുമാനത്തിൽ ഖേദിക്കുമെന്നാണ് NIAക്ക് കൊടുക്കുന്ന അഭിമുഖത്തിൽ മോദി പറയുന്നത്. എന്നാൽ ഇപ്പോഴും അതിനെ ചെറുഷ് ചെയ്യുന്ന, ഇപ്പോഴും അത് ശരിയെന്ന് വിശ്വസിക്കുന്ന പ്രധാനമന്ത്രി, ഇപ്പോൾ പരകാല പ്രഭാകർ എന്ന് പറയുന്ന നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പറയുന്നത് അത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നുള്ളതല്ല, ലോകം കണ്ട ഏറ്റവും വലിയ സ്കാം എന്നാണ്. അഴിമതിയെപ്പറ്റി ഇവർക്ക് പറയാൻ യഥാർത്ഥത്തിൽ അവകാശമുണ്ടോ CR നീലകണ്ഠൻ? ഒരവകാശമില്ല. അഴിമതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതൊക്കെ അഴിമതി തന്നെയാണ്. ആരഴിമതി ചെയ്താലും അതിനെതിരെ നിലപാടെടുക്കുന്ന ഒരാളാണ് ഞാൻ. അത് കൃത്യമാണ്. ആരായാലും, അത് അരവിന്ദ് കെജ്രിവാൾ ചെയ്താലും പിണറായി വിജയൻ ചെയ്താലും മോഡി ചെയ്താലും അഴിമതിയുടെ വലിയ കഥകളല്ലേ. ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ലല്ലോ, നിരവധി കഥകൾ. EDയും ഇലക്ട്രൽ ബോണ്ടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നീണ്ട കഥ, സീരിയൽ നമ്മുടെ നാട്ടിൽ വന്നില്ലേ? ഓരോ കമ്പനി എടുത്താലും അതടക്കം. അതുപോലെ വിൽപ്പന നടത്തിയിട്ടുള്ളത്. അപ്പം അദാനി കഴിഞ്ഞ ഈ മോഡി വന്നതിന് ശേഷം അദാനിക്കുണ്ടായ വളർച്ച ലോകത്തിൽ ഒരു കമ്പനിക്കും ഒരു കാലത്തും ഒരു 10-20 കൊല്ലം കൊണ്ട് പോലും ഇല്ലാത്ത വളർച്ചയാണ് 5-10 കൊല്ലം കൊണ്ട് അദാനിക്ക് ഉണ്ടായത് എന്ന് കണക്കുകൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇലക്ട്രൽ ബോണ്ടിൽ മറ്റേ 150 കോടി കൊടുത്ത ആള് ഇപ്പോൾ കെജ്രിവാളിനെതിരെ മൊഴി കൊടുത്ത് അയാളുടെ ഫാദറിലോ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ് BJPയുടെ. നമ്മൾ ആലോചിക്കുന്നുണ്ട്, മാപ്പ് സാക്ഷിയുടെ പൈസയും കൊടുത്ത് സ്ഥാനാർത്ഥിയാവും. BJPയെ സംബന്ധിച്ചിടത്തോളം റഫേലിന്റെ നിരവധി അഴിമതികൾ വന്നിട്ടുണ്ട്. പിന്നെ അന്വേഷിക്കാൻ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ഇത് കയ്യോടെ പിടിക്കപ്പെട്ടു. SBIയോട് കോടതി പല ആവർത്തി ചോദിച്ചു. SBI 3 മാസം പച്ചക്കള്ളം പറഞ്ഞ് കാലതാമസം തേടി. കോടതി കണ്ടുകിട്ടിയപ്പോൾ അതിന് വിഷയം കൊടുക്കേണ്ടി വന്നിട്ട്
ഓരോരോ റെയ്ഡിന് പിന്നാൽ ഓരോരോ കമ്പനികൾ പണം ഇട്ടത് പകൽ പോലെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ് ജനാധിപത്യത്തെ സുതാര്യവൽക്കരിക്കുക ചെയ്ത പണിയാണെന്ന്. അല്ല, പ്രധാനമന്ത്രി എന്താണത്? അശ്മി, ഒരു ഉദാഹരണം വളരെ രസകരമാണ്. കുചേലനും കൃഷ്ണനും, കുചേലൻ അവില് കൊടുത്തല്ലോ, കല്ലും മണ്ണും നിറഞ്ഞ അവില് കൊടുത്തു. ആ അവില് കഴിച്ച് ഇതുപോലെ അഴിമതിയാവും. ശരിയാണ്, കുചേലൻ ഒരു പിടി അവില് കൊടുത്തപ്പോൾ കൃഷ്ണൻ കുചേലന് കൊടുത്തത് എന്താ? വലിയ വീടും മാളികയും ഡ്രസ്സും സ്വർണ്ണമൊക്കെ. അതാണ് ഇപ്പോൾ ചെയ്യണേ. ഒരു ഇലക്ട്രൽ ബോണ്ട് എത്ര കിട്ടിയോ അതിൻ്റെ എത്രയോ മടങ്ങ് അത് കൊടുത്ത ആളുകൾക്ക് കൊടുക്കുന്ന കൃഷ്ണ കുചേല ബന്ധമാണ്. പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. പിന്നെ പ്രധാനമന്ത്രി ഇവിടെ വന്നു, എനിക്ക് ശ്രീപത്മനാഭൻ പറഞ്ഞ് വളരെ സന്തോഷം തോന്നി. മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലാത്തൊരു കാര്യം പ്രധാനമന്ത്രി പോലൊരാൾ വന്ന് പറയാമോ? പിന്നെ തെരഞ്ഞെടുപ്പല്ലേ, എന്തും പറയും. പണ്ട് കേരളത്തിലൊരു BJP നേതാവ് പറഞ്ഞല്ലോ, മാനിഫെസ്റ്റോളൊന്നും അത്ര വലിയ കാര്യമില്ല, മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ പലതും പറയും, അതൊന്നും വലിയ കാര്യം. അത് അവർ കാണിച്ചു അനുഭവത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, അഴിമതിയെ സംബന്ധിച്ച് പറയാൻ മോദിക്ക് ഒരവകാശവുമില്ല. അദ്ദേഹം അഴിമതിയെ പറ്റി പറയുന്നത് മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ. ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ അഴിമതി പറഞ്ഞിട്ടാണല്ലോ ഇവർ 2014 അധികാരത്തിൽ വന്നത്. എത്ര പേർ അതിൽ ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയാമോ? എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു ആ കേസുകളിൽ? അത് കോമൺവെൽത്ത് ആവട്ടെ, 2G ആവട്ടെ, നമ്മൾ അന്ന് പറഞ്ഞ വലിയ അഴിമതി ഉണ്ടല്ലോ, ഞാനും അതൊക്കെ പ്രസംഗിച്ചു നടന്ന ആളാണ്. എത്ര പേർ ശിക്ഷിക്കപ്പെട്ടു? ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. കുറേ റെയ്ഡ് നടക്കും, അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും. ഇപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളുടെ രേഖ ഇപ്പോഴും അല്ലല്ലോ വന്നത് കാശ്മീർ. അത് എന്നേ ഇവരുടെ കയ്യിലുള്ളതാ. ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇവരുടെ കയ്യിലുണ്ട്, ഇങ്ങനെ കിട്ടിയെന്നുള്ള റിപ്പോർട്ടുണ്ട്. ഒരു പത്രവാർത്തയും പ്രശ്നവും വന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് വിഷയവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ മറക്കും. നമ്മുടെ നാട്ടിലെ അഴിമതി ആരോപണങ്ങൾ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയമായി പ്രതിയോഗിക്കെതിരെ ഉപയോഗിക്കാനുള്ളത് മാത്രമാണ്. അപ്പോൾ അത് LDF UDFിനെതിരെ ഉന്നയിച്ചിട്ടുള്ളതും ഇതേപോലെ തന്നെയാണ്. UDFിൻ്റെ ഭരണകാലത്ത് ഭയങ്കര അഴിമതിയാന്ന് പറഞ്ഞു. ഒരഴിമതി LDFിൻ്റെ 7-8 വർഷം സർക്കാർ കാണിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അഴിമതി നടത്തും, ആരും അഴിമതി പിടിക്കില്ല, അഴിമതി പ്രസംഗിക്കും, നമുക്ക് ചാനൽ ചർച്ചയിൽ പറയാം, നമുക്ക് ഇലക്ഷൻ പറയാം. ഇപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് ഞാനതാ പറഞ്ഞു, ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സഹകരണ മേഖലയിലെ അഴിമതിയെക്കുറിച്ച് തിരുവനന്തപുരത്ത് പറഞ്ഞ വാക്കുകളൊന്നും കേൾക്കാം. केरला में 300 से ज्यादा, मैं बहुत गंभीरता से बात बता रहा हूं, 300 से ज्यादा कोऑपरेटिव बैंक है और इनके पास केरला के गरीबों के, केरल के मध्यम वर्ग के लोगों के करीब 1 लाख करोड़ रुपए जमा है. इन 300 बैंक में 1 लाख करोड़ रुपया आप लोगों का जमा है. CPM के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है. जिला सचिव के नाम पर 100 से ज्यादा प्रॉपर्टी खरीदी गई है. जब एक स्थान का ये हाल है तो हम बाकी केरला का अंदाज लगा सकते हैं. പ്രിയപ്പെട്ടവരെ, CPM-ന്റെ ഭരണത്തിലിരിക്കുന്ന ബാങ്കുകൾ നൂറുകണക്കിന് കോടി രൂപയാണ് അഴിമതിയിലൂടെ നടത്തുന്നത്. തൃശൂരിൽ മാത്രം 80-ലധികം ബാങ്കുകളിലാണ് അഴിമതി നടത്തിയിട്ടുള്ളത്. തൃശൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ മാത്രം 100 കോടിയിലധികം രൂപയുടെ സ്വത്ത് അഴിമതിയിൽ കൂടി സമ്പാദിക്കപ്പെട്ടു എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ശ്രീധനാവ്, ഇതൊക്കെ ഈ കണക്കൊക്കെ എവിടെ നിന്നാണ്? ഈ 300 ബാങ്കിൽ നിന്നും 1 ലക്ഷം കോടി CPM കട്ടു എന്നൊക്കെ പറയുന്നത് ഏത് കണക്കാണ്? അതാരെവിടെ പറയുന്ന കണക്കാണ്? 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി CPM ഭരിക്കുന്ന ബാങ്കുകളിൽ നടന്നിട്ടുണ്ട്. CPM-ന് വ്യാജ അക്കൗണ്ടുകളുണ്ട്, അതിലൂടെ കോടിക്കണക്കിന് രൂപ ഇടപാട് നടത്തിയിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്, വെറുതെ തമാശയ്ക്ക് വിളിച്ചതല്ല അയാളെ. ഇല്ല സാർ, സ്പെസിഫിക്കായി പ്രധാനമന്ത്രി പറയുന്നതല്ലേ, 300-ലധികം ബാങ്കുകൾ കൂടി 1 ലക്ഷം കോടി രൂപ CPM അടിച്ചു മാറ്റി. അത് ഏത് കണക്കാണ്? നിങ്ങൾ പിന്നെന്താണ് പറഞ്ഞത്? ഹിന്ദി അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. പിന്നെന്താണ് പറഞ്ഞത്? ഹിന്ദി അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കും. അങ്ങനെ ആ ട്രാൻസ്ലേറ്ററോട് പറയണം. ഞാനും നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. നിങ്ങൾ ചോദിക്കുക, ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കേണ്ടി നിർത്താണ്ട് സംസാരിക്കുക. എന്നാൽ ഞാൻ മിണ്ടാതിരിക്കുക. എന്നാൽ നിങ്ങൾ സംസാരിച്ചോ. താങ്കൾ പറയൂ, അല്ല ഹിന്ദി അറിയാൻ താങ്കൾ പറയൂ. എന്താണ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കേറി ഇങ്ങനെ പറയല്ല. 300-ലധികം ബാങ്കുകളിലായി 1 ലക്ഷത്തിലധികം കോടി രൂപ ഉണ്ട്.
കേരളത്തിൽ 300-ലധികം സഹകരണ ബാങ്കുകളിലായി 1,00,000-ലധികം കോടി രൂപയുണ്ട്. CPM ഭരിക്കുന്ന ബാങ്കുകളിൽ 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട്. CPM ജില്ലാ സെക്രട്ടറി കോടിക്കണക്കിന് റുപ്യയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. സത്യമല്ലേ? വെറുതെ അയാളെ വിളിക്കുന്നത് ചോദ്യം ചെയ്യാൻ? തമാശയ്ക്ക് വിളിച്ച അയാളെ ഞങ്ങൾ രാഷ്ട്രീയ പക പോക്കാൻ ഒരു ജില്ലാ സെക്രട്ടറിനെ വിളിക്കുക? ഞങ്ങൾക്ക് രാഷ്ട്രീയ CPM ജില്ലാ സെക്രട്ടറി 100 കോടി എവിടെ നിന്ന് എടുത്തു എന്നാ പറയുന്നത്? CPM ജില്ലാ സെക്രട്ടറി 100 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയോ? നിങ്ങളുടെ ട്രാൻസ്ലേറ്റർ പറഞ്ഞാണ് അവിടെ. കാത്തിരിക്കൂ, അയാളൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാന്നുള്ള കേസ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? അല്ല, CPM ജില്ലാ സെക്രട്ടറി ഗുഡ് സർവീസ് കൊടുക്കുക. അല്ല, നിങ്ങൾ അയാൾക്ക് ഗുഡ് സർവീസ് കൊടുക്കുക. ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ വൈകാരികത പറഞ്ഞിട്ട് കൊട്ടത്താപ്പ് കണക്ക് പറഞ്ഞ് അങ്ങനെ അങ്ങ് വൈകാരികമായി പേടിപ്പിച്ചിരുത്തി എന്തെങ്കിലും ഒരു കൊട്ടത്താപ്പ് കണക്കെന്ന് പറയുകയാണോ? CPM ജില്ലാ സെക്രട്ടറി 100 കോടി രൂപ, CPM ജില്ലാ സെക്രട്ടറി പേരിൽ അഴിമതി ആരോപണമുണ്ട്. ആരോപണമല്ലേ സർ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു 100 കോടിയുടെ സ്വത്ത്, 100 കോടിയുടെ സ്വത്തിന്റെ കണക്കെവിടെയാണ്? 100 കോടി സ്വത്തിന്റെ കണക്കെവിടെയാണ്? ഏത് ED എവിടെ പറഞ്ഞു? ആരോപണം ED ഒരു കുറ്റപത്രം കൊടുത്തോ? പേരിലുള്ള ആരോപണം കോടതി തെളിയിച്ചോളുന്നു. സർ, ED ഒരു കുറ്റപത്രം കൊടുത്തോ? ED ഒരു കുറ്റപത്രം കൊടുത്തോ? ചോദ്യം നിങ്ങൾ പറയുന്ന സമയത്തൊന്നും കൊടുക്കാൻ സർ, കുറ്റപത്രം കൊടുത്തു. എന്റെ പൊന്നു ചേട്ടാ, കുറ്റപത്രം കൊടുത്തു. അതൊന്ന് മനസ്സിലാക്കിട്ടുവാ. അവര് വർഗീസിന്റെ പേരിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വർഗീസിനെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നുണ്ട്. വർഗീസ് വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അവർക്ക് കിട്ടിയ സംശയം. അവർ അന്വേഷണം നടത്തുന്നുണ്ട്. വെറുതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? നിങ്ങളെ എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ? 100 കോടി ഏതെങ്കിലും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിനോ? എന്നെ വിളിപ്പിച്ചിനോ? അല്ല, 100 കോടി ജില്ലാ സെക്രട്ടറി അടിച്ചു മാറ്റി എന്ന് പറയാണ്. നോക്കട്ടെ. അല്ല, പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ് പറയുന്നത്. കാത്തിരിക്കൂ. അല്ല, പ്രധാനമന്ത്രി പറഞ്ഞ് പിന്നെ കാത്തിരിക്കാൻ പറയണോ? പ്രധാനമന്ത്രി സർ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നതാണത്. അരവിന്ദ് കേജ്രിവാള് പച്ചപ്പയ്യ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്തായി? എന്തായി? എന്തുകൊണ്ടാ? തെളിവിന്റെ കഴിഞ്ഞുണ്ടോ സർ? തെളിവിന്റെ അരക്കഴിഞ്ഞുണ്ടോ? അരവിന്ദ് കേജ്രിവാൾ തെളിവിന്റെ അരക്കഴിഞ്ഞുണ്ടോ? മനീഷ് സിസോദിയ ഏറ്റവും കൂടുതൽ കോടതി ചോദിച്ചു, തെളിവ് എവിടെയും ചോദിച്ചു. ആകെ ഒരു മാപ്പുസാക്ഷിയുടെ വാക്ക്, നിങ്ങൾക്ക് പണം തന്ന മാപ്പുസാക്ഷിയുടെ വാക്ക്. മനീഷ് സിസോഡിയക്ക് ജാമ്യം കിട്ടിയോ? സാർ, അത് PMLA കൊണ്ടാ സാർ. അത് കേസിന്റെ മെറിറ്റും ചുക്കും കൊണ്ടല്ല. 10-ാം തീയതി അറസ്റ്റിലായ കേസിന്റെ മെറിറ്റ് കൊണ്ടല്ല. മനീഷ് സിസോഡിയ മാർച്ച് മാസം 10-ാം തീയതി 2023 അറസ്റ്റിലായതാ. ജാമ്യം കിട്ടിയോ? എന്തുകൊണ്ടാ? എന്താ സുപ്രീം കോടതി പറഞ്ഞത്? എന്തുകൊണ്ടാ? എക്സാക്ട്ലി എവിടെ തെളിവ് എവിടെ ചോദിച്ചു? ഏറ്റവും ഒടുവിൽ സിസോദിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴും നിങ്ങൾ ഈ പറയുന്ന കോടികളുടെ അഴിമതി എന്നല്ലാതെ പിടിച്ചെടുത്ത 10 രൂപയുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ED ബബ്ബ അടിച്ചു കോടതി. അത് നിങ്ങളോട് പറയാൻ സൗകര്യം. സഞ്ജയ് സിംഗിന് ജാമ്യം കിട്ടി, എന്തുകൊണ്ടാ? നിങ്ങളോട് പറയാൻ സൗകര്യമില്ല. സഞ്ജയ് സിംഗ് എംപിക്ക് ജാമ്യം കിട്ടി, എന്തുകൊണ്ടാ? സഞ്ജയ് സിംഗ് ഈസ് നോബഡി. സാർ, മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞ ആളാ. മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞ ആളാ സഞ്ജയ് സിംഗ്. കോടതി ചോദിച്ചു തെളിവുണ്ടോ? ED പറഞ്ഞു തെളിവില്ല. പിടിച്ചെടുത്ത പണമുണ്ടോ? ED പറഞ്ഞു തെളിവില്ല. കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നു, ഈ ജാമ്യ ഹർജി പിൻവലിക്കുന്നു. ED പറഞ്ഞു ഞങ്ങൾ ജാമ്യത്തെ എതിർക്കുന്നില്ല, ജാമ്യം കിട്ടി. 5 പൈസയുടെ തെളിവില്ല സാറേ. വെറുതെ കിടന്ന് ബഹളം വെച്ചാൽ തെളിവുണ്ടാവോ? നിങ്ങൾ കാണട്ടെ. മനീഷ് സിസോഡിയനെ നിങ്ങൾ പോയി ജാമ്യത്തിലെടുക്കും, ഒന്ന് കാണട്ടെ. അതെന്ത് ബാലിശവാദം. നിങ്ങൾ ജാമ്യം വാങ്ങിക്കൊടുക്കും, ഒന്ന് കാണട്ടെ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്താവോ? ഞാനാണോ പോയി ജാമ്യം കൊടുക്കട്ടെ? എന്ത് വർത്താനോ? അങ്ങ് കുറച്ച് മുതിർന്ന ആളല്ലേ, കുറച്ച് പക്വതയുള്ള രാഷ്ട്രീയ നേതാവല്ലേ? സെന്തിൽ ബാലാജിക്ക് ജാമ്യം കിട്ടിയോ? എന്തുകൊണ്ടാണ്? PMLA നിയമത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. ഒരിക്കൽ ഒഴിവാക്കപ്പെട്ട ബർഡൻ ഓഫ് പ്രൂഫ് എന്നുള്ള രണ്ടാമത് അതിൽ ആഡ് ചെയ്തത് കൊണ്ടാണ് കിട്ടാത്തത്, അല്ലാതെ കേസിന്റെ മെറിറ്റ് കൊണ്ടല്ല. അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 19 മാസം ജയിലിൽ കിടന്ന് ഈ നേതാക്കന്മാരെ കിട്ടിയില്ല. 19 മാസം അത് ശരിയായിരുന്നോ? 19 മാസം BJP നേതാക്കന്മാരടക്കം ജയിലിൽ കിടന്നു. അന്ന് ഒരാൾക്ക് ജാമ്യം കിട്ടിയില്ല. അടിയന്തരാവസ്ഥ കിട്ടിയോ? അല്ല, അടിയന്തരാവസ്ഥ കിട്ടിയോ? അത് നിങ്ങൾ കിടന്ന് ശരിയാണോ? ഒരു നിയമം കഠിനം ഉപയോഗിച്ച് ആരെയിടാം? അതല്ല സർ. സഞ്ജയ് സിംഗിന് ഒന്ന് കേൾക്കൂ, അങ്ങ് കേൾക്കാമെങ്കിൽ കേൾക്കൂ. സഞ്ജയ് സിംഗ് ഈ ആം ആദ്മി പാർട്ടിയുടെ MP ആണ്. മുഖ്യ സൂത്രധാരൻ ഒരിക്കൽ പറഞ്ഞ ആളാണ്. കോടതി ചോദിച്ചു പിടിച്ചെടുത്ത പണം ഉണ്ടോ?
കോടതി ചോദിച്ചു പിടിച്ചെടുത്ത പണം എവിടെ? കോടതി ചോദിച്ചു ഈ പറയുന്ന മാപ്പുസാക്ഷിയുടെ മൊഴി അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ജാമ്യം കിട്ടിയോ? അരവിന്ദാക്ഷന് ജാമ്യം കിട്ടിയോ? സർ PMLA ആയോണ്ടാ പറയുന്നത്, ഞാനാ പറയുന്നത്. സുപ്രീം കോടതി ഐശ്ശേരി ഞാൻ ഒരു മിനിറ്റ്. സഞ്ജയ് സിംഗിനോട് ജാമ്യ ഹർജി പരിഗണിക്കവേ കോടതി ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന കോടികളുടെ അഴിമതി എന്നല്ലാതെ പിടിച്ചെടുത്ത തുകയുണ്ടോ, എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ സാർ, ഒന്ന് കേൾക്കൂ സാർ, ഒന്ന് കേൾക്കൂ സാർ. സാർ ഇങ്ങ് അസ്വസ്ഥനാവല്ലേ? നാട്ടുകാർക്ക് വിതരണം ചെയ്ത പൈസയാണ്. എന്നാ കോടതി തെളിവ് കൊടുത്തൂടെ? കോടതി തെളിവ് കൊടുത്തൂടെ? ഒരു മാസവുമായി കോടതി തെളിവ് കൊടുത്തൂടെ? 23 മാർച്ച് മാസം 10-ാം തീയതി കോടതി തെളിവ് കൊടുത്തൂടെ? ജയിലിൽ പോയത് 1 കൊല്ലവും 10 മാസമായി. 1 കൊല്ലം 10 മാസമായി മനീഷ് സിസോഡിയ ജയിലിൽ കിടക്കുന്നത്. ശരി, ഒരു മിനിറ്റ് പറയാമോ? ഞാൻ പറയുന്നത് 1 മിനിറ്റ് ഇല്ല, അതിന്റെ മറുപടി ഞാൻ പറയുന്നത്. 1 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് അതിന്റെ മറുപടി ഞാൻ പറയുന്നത്. സാർ അതിന്റെ മറുപടി ഞാൻ പറയുന്നത്. അതിന്റെ മറുപടി ഞാൻ പറയാണ്. അങ്ങക്ക് മറുപടി കേൾക്കാൻ ഭയമില്ലെങ്കിലും ഉണ്ടാതിരിക്കോ? എന്തുകൊണ്ട് ജാമ്യം കിട്ടിയില്ല? അങ്ങക്ക് മറുപടി കേൾക്കാനുള്ള ഉത്തരം പറയും. അത് ഞാൻ പറയാം. മനീഷ് സിസോഡിയന്റെ ഉത്തരം പറഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. സഞ്ജയ് സിംഗ് MP ഞാൻ അതിലേക്കാ വരുന്നത്. കേൾക്ക് സാറേ, കേൾക്ക് സാറേ, എല്ലാം മദ്യന അഴിമതിയല്ലേ? താങ്കൾ പേടിക്കല്ലേ? ഈ കേസിലെ ഒരു വക്കീലായ താങ്കൾ ഇങ്ങനെ പേടിക്കാവോ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി മനീഷ് സിസോഡിയാണ്. സാർ ഒരു വക്കീലായ അങ്ങനെ പേടിക്കുന്നു. കേൾക്ക്, മനീഷ് സിസോഡിയ ഒരു വക്കീലായ അങ്ങനെ പേടിക്കല്ലേ? എന്നെ കേൾക്ക്. മനീഷ് സിസോഡിയക്ക് 1 കൊല്ലവും 1 മാസമായി 13 മാസമായി ജാമ്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം PMLA നിയമമായതുകൊണ്ടാണ് സാർ. PMLA വകുപ്പായതുകൊണ്ടാണ് സാർ. PMLA വകുപ്പായതുകൊണ്ട് ഒന്ന് കേൾക്കൂ സാർ, ഒന്ന് കേൾക്കൂ. താങ്കൾ പൊളിയുമെന്നുള്ളത് കൊണ്ടാണ് താങ്കൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതി ചോദിച്ചു സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ തെളിവിന്റെ കണിശമുണ്ടോ? താങ്കൾക്ക് മറുപടി പറയാം. സാർ ഉരുളുന്ന നിങ്ങളാ, ശ്രീപത്മനാഭ ഉരുളുന്ന നിങ്ങളാ, ശ്രീപത്മനാഭ ഉരുളുന്ന നിങ്ങളാ. ഒരു മിനിറ്റ് സാർ പ്ലീസ്. 1 മിനിറ്റ് പത്മനാഭൻജി. 19 കേൾക്കാൻ നിങ്ങൾ പോലെയാണോ? പരിപാടിയാണോ? ചോദിക്കാനുണ്ട്. ചൊണയുണ്ടോ അമേഠിയിൽ മത്സരിക്കാൻ? ഞാൻ പറയാം, എന്റെ ഒരു ചോദ്യമുണ്ട്. ഗോൾ പോസ്റ്റ് മാറ്റില്ല, ഗോൾ പോസ്റ്റ് മാറ്റില്ല, അവിടെ ഗോൾ പോസ്റ്റ് മാറില്ലേ? ഭരണം മോശമാണെന്ന് പറഞ്ഞല്ലോ നൗഷാദ് അലി. ചൊണയുണ്ടോ അമേഠിയിൽ മത്സരിക്കാൻ? അതൊക്കെ പറയാം. ഞാൻ പറഞ്ഞ ചോദ്യം അമേഠിയിൽ മത്സരിക്കാൻ എനിക്ക് കോൺഗ്രസിനോടാണ് ചോദിക്കാനുള്ളത്. അല്ല, അതൊക്കെ നിങ്ങൾ വേറെ വിഷയം വരില്ലേ? ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കാനുള്ളത്, മോശമാണെങ്കിൽ ചൊണയുണ്ടോ? ഞാൻ ചോദിക്കാം. ശ്രീ പത്മനാഭൻജി, 19 നിങ്ങൾ നമ്മൾ പറഞ്ഞ കേക്ക്, നിങ്ങൾ തന്നെ എത്ര നേരം പറഞ്ഞിരിക്കുക മത്സരിക്കാൻ ചൊണയുണ്ടോ? 19 മാസം. സാർ താങ്കൾ ഇതോട് ഒന്നും പറയാനില്ല. ചോദിക്കാം. താങ്കൾ ഇതോട് അത് 19 തവണ ചോദിക്കുന്നത്. ഈ ഇലക്ഷൻ ഒരു പാർട്ടി അല്ല അയാള്. അങ്ങ് നടന്നു സാർ. ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ അസ്വസ്ഥനാവില്ലേ? സാർ ഉത്തരം മുട്ടുമ്പോ ഇങ്ങനെ അസ്വസ്ഥനാവില്ലേ? ചോദിക്കാൻ നമുക്ക് ആദ്യം ഈ സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ സിസോദ് തീരുമാനം ഉണ്ടാവട്ടെ. തീരുമാനമാകട്ടെ, നമുക്ക് പോവാം. ചോദിക്കാം. പറഞ്ഞു. ഒരു ചോദ്യം. 19 മാസം അടൽ ബിഹാരി വാജ്പേയി അദാനി അടക്കം ജയിലിൽ കിടന്നു അടിയന്തരാവസ്ഥയിൽ. 19 മാസം. അല്ല, അന്ന് നിയമം ഉണ്ടായില്ലേ? ആ നിയമത്തിന്റെ കുഴപ്പമാണ്. ഞാൻ പറയുന്നു 19 മാസം ജയിലിൽ കിടന്നു. വല്ല കുറ്റം ചെയ്തിട്ടാണോ? അല്ല. അപ്പൊ അദ്വാനിയും വാജ്പേയി അടക്കം ജയിലിൽ കിടന്നു. അന്ന് നിങ്ങൾ പറഞ്ഞു അന്ന് നിയമപ്രശ്നമാണ്. പരസ്യമായി പറഞ്ഞു ഞാനാ കൊണ്ടുവന്നു. പറഞ്ഞില്ലേ ശശി തരൂർ പരസ്യമായി പറഞ്ഞില്ലേ ഇയാൾക്ക് ഈ ചർച്ച കൊളാക്കണം. അതന്നെ ഉത്തരവില്ല. സഞ്ജയ് സിംഗിന് ഉത്തരവില്ല, അതാണ് പ്രശ്നം. സഞ്ജയ് സിംഗിന് ഉത്തരവില്ല. പത്മനാഭൻ സാറിന്റെ പ്രശ്നം സഞ്ജയ് സിംഗിന് ഉത്തരവില്ല. ഇലക്ടറൽ ബോണ്ട് വരും, ചർച്ച അലമ്പാക്കണം, അതാ ഉദ്ദേശം. ഞാനാ പറയുന്നേ. താങ്കൾക്ക് ധൈര്യമുണ്ടോ കേൾക്കാൻ? താങ്കൾക്ക് ധൈര്യമുണ്ടോ കേൾക്കാൻ? വക്കീൽ സാറേ,
താങ്കൾക്ക് ധൈര്യമുണ്ടോ കേൾക്കാൻ? ഞാൻ പറയുന്നതിന് ഉത്തരം പറ. അങ്ങക്ക് ധൈര്യമുണ്ടോ കേൾക്കാൻ? എനിക്ക് നൗഷാദ് നൗഷാദിലോട്ട് പോകണം. എന്റെ മറുപടി കേൾക്കാൻ അങ്ങക്ക് ധൈര്യമുണ്ടോ? ചോണയുണ്ടോ? അതാ ചോദിക്കുന്നത്. എന്നാൽ 2 മിനിറ്റ് മിണ്ടായിരുന്നാൽ അങ്ങേക്ക് 2 മിനിറ്റ് മിണ്ടാതിരുന്നാൽ താങ്കളുടെ സംശയ ദൂരീകരണം നടത്തിയ മറുപടി തരാം. താങ്കൾ മിണ്ടാതിരിക്കില്ല. കാര്യം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ചോണയുണ്ടോ? ഓക്കെ അങ്ങനെ പറയല്ലേ? ശരി, ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ? ശരി, ഞാൻ തിരികെ മോഡിയുടെ ശിഷ്യനാണ് അദ്ദേഹം. ശരി, ഓക്കെ ഓക്കെ അഡാനിയോ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അന്ന് വിഴിഞ്ഞത്ത് പോയ ശ്രീ കെ പി നൗഷാദ് അലി, നേരത്തെ ശ്രീ ഒന്നാമൻ ചോദിച്ച രാഹുൽ ഗാന്ധിയുടെ മറുപടി എന്നതിന് പറയുന്നതിന് മുൻപ് നേരത്തെ നരേന്ദ്രമോദിയുടെ ആ പ്രസംഗത്തിൽ എനിക്ക് ഹിന്ദി അറിയില്ല എന്ന് ശ്രീ ഒന്നാമൻ പറഞ്ഞായിരുന്നു കേട്ടോ. അതിൽ ആ ട്രാൻസ്ലേറ്റർ ആ വേദിയിൽ പറഞ്ഞൊന്ന് കേൾപ്പിക്കാവോ? 1 लाख करोड़ रुपए जमा है इन 300 बैंक में। 1 लाख करोड़ रुपया आप लोगों का जमा है। सीपीएम के करप्शन की वजह से ये पैसा खतरे में पड़ा हुआ है। कितने ही कोऑपरेटिव बैंकों में सीपीएम के सदस्यों द्वारा गरीबों का पैसा लूट लिया गया है। പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ, ദരിദ്രരായിട്ടുള്ളവരുടെ, സ്ത്രീകളുടെ ഒക്കെ പണം മോഷ്ടിക്കപ്പെടുകയാണ്. കേരളത്തിൽ ഏകദേശം 300ഓളം സഹകരണ ബാങ്കുകളിൽ കൂടി 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് ഈ ബാങ്കുകൾ ഭരിക്കുന്ന CPM നടത്തിയിട്ടുള്ളത്. ശരി, മതി. ഹിന്ദി അറിയാവുന്ന ഒരാളെ ഏൽപ്പിക്കണം കേട്ടോ ഈ ട്രാൻസ്ലേഷൻ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ കെ പി നൗഷാദ് അലി, നേരത്തെ ശ്രീ പറഞ്ഞ രാഹുൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം ഈ സഞ്ജയ് സിംഗ് എംപിയുടെ കാര്യത്തിൽ കീ കോൺസ്പിറേറ്റർ എന്ന് പറഞ്ഞാണ്, എന്ന് പറഞ്ഞാൽ ഇയാളാണ് മുഖ്യ സൂത്രധാരൻ എന്ന് പറഞ്ഞതാണ് ED കോടതിയിൽ ഞാനെത്താം. കോടതിയിൽ പറഞ്ഞത്, കോടതി ജാമ്യ ഹർജി പരിഗണിച്ചു. എവിടെയാണ് തെളിവെന്ന് ചോദിച്ചു. തെളിവില്ല EDക്ക്. ലാസ്റ്റ് കോടതി പറഞ്ഞു, നിങ്ങൾക്ക് തെളിവില്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ജാമ്യാപേക്ഷ എതിർക്കുകയാണെങ്കിൽ കേസിന്റെ മെറിറ്റിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ED പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ ജാമ്യ ഹർജി എതിർക്കുന്നില്ല, ജാമ്യം കിട്ടി. അതാ സംഭവിച്ചത് കേട്ടോ. ശ്രീ കെ പി നൗഷാദ് അലി. ഹാഷ്മി, ഇവിടെ താങ്കൾ പറഞ്ഞതിനോട് അനുബന്ധമായിട്ടൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം നേരത്തെ ശ്രീ പത്മനാഭൻ പറയുന്നത് മനീഷ് സിസോദിയാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രധാന കണ്ണി എന്നാണ്. മനീഷ് സിസോദിയുടെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുന്ന വേളയിൽ ജഡ്ജി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട്. ജഡ്ജി പറഞ്ഞത്, ഈ കേസൊക്കെ നാളെ കുറ്റപത്രം സമർപ്പിച്ചൊരു വിചാരണ സമയം വരികയാണെങ്കിൽ എതിർകക്ഷി അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലിൻ്റെ 2 ചോദ്യങ്ങൾക്ക് മുമ്പിൽ പൊലിഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ നിങ്ങൾ ഹാജരാക്കിയ, നിങ്ങൾ പറയുന്ന ഈ കാരണങ്ങളെന്നൊക്കെ ജഡ്ജി നിരീക്ഷിച്ചതാണ്. പക്ഷെ ജാമ്യം കൊടുക്കാൻ സാധ്യമല്ല. കാരണം PMLA ആക്ടിലെ സെക്ഷൻ 45 അതിലെ വില്ലൻ. സെക്ഷൻ 45 പ്രകാരം ആ പ്രതിക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ പ്രതി നിരപരാധിയാണ് എന്നോ അല്ലെങ്കിൽ ജാമ്യത്തിലിറങ്ങിയ കുറ്റം ചെയ്യില്ല എന്നൊക്കെയുള്ള വ്യക്തിപരമായ ഒരു ബാധ്യതയും ബോധ്യം ഒരു റിസ്ക് ജഡ്ജിക്കുണ്ട്. അങ്ങനെ മാത്രമേ ജാമ്യം കിട്ടുകയുള്ളൂ. അങ്ങനെ റിസ്ക് എടുക്കാനുള്ള ജഡ്ജിമാരൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടാത്തത്. ഈ നിയമം തന്നെ സുപ്രീം കോടതി സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞതാണ്. 2014 ചില നാമമാത്ര ഭേദഗതികളോടുകൂടി ഇവർ വീണ്ടും അവതരിപ്പിച്ചു. PMLA ആക്ടിൻ്റെ ഭാഗമാക്കി ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ. അതുകൊണ്ടാണ് ഈ ജാമ്യം കിട്ടാത്തത്. അപ്പോൾ ജാമ്യം കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മേനി പറയുന്നതൊക്കെ എത്രമാത്രം നിലവാരമില്ലാത്ത അബദ്ധമാണ് എന്ന് സ്വയം വിലയിരുത്തണമെന്നാണ് ശ്രീ പത്മനാഭനോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയുടെ കാര്യം. ഇവിടെ ഗുജറാത്ത് സ്വദേശിയായ നരേന്ദ്രമോദിക്ക് UPയിൽ വാരണാസിയിൽ വന്ന് മത്സരിക്കാമെങ്കിൽ അലഹബാദിൽ കുടുംബ പേരുകളിൽ രാഹുൽ ഗാന്ധിക്ക് UPക്ക് പുറത്തു മത്സരിക്കാം, UPയിലും മത്സരിക്കാം. ഏതായാലും ഇവിടെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതിയൊന്നും ആയിട്ടില്ലല്ലോ. അതുവരെയൊക്കെ ഒന്ന് നിങ്ങൾ കാത്തു നിന്നിട്ട് പോരെ ഈ പഴി പറച്ചിൽ എന്നൊക്കെ അദ്ദേഹത്തെ ശ്രീ പത്മനാഭനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ നേരത്തെ എനിക്ക് അത്ഭുതമായി തോന്നിയത് സഖാവ് ശശീന്ദ്രൻ ഇവിടെ അദ്ദേഹത്തിന് കിട്ടിയ ഊഴത്തിലൊക്കെ കോൺഗ്രസിന് ഓരോ കൊട്ടുകൊടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ BJP ആണ് മുഖ്യ എതിരാളി എന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ വല്ലാതെ കടന്നിട്ടില്ല എന്നുള്ളൂ. ഇനി CA ആണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തുടനീളം അതിനെതിരെ വലിയ പോരാട്ടം നയിച്ച ആളാണ്. അദ്ദേഹം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായിട്ട് ആസാമിൽ നടത്തിയ പ്രസംഗം ചാഹെ കുച്ച് ഭി ഹോ ജായ്
CAA നഹി ഹോഗ എന്ന് അങ്ങ് BJPയുടെ വർഗീയ പരീക്ഷണശാലയായ ആസാമിൽ ചെന്ന് രാഹുൽ ഗാന്ധി പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഈ CAA പ്രക്ഷോഭകാലത്തെ BJP സർക്കാരുകളുടെ ഏറ്റവും വലിയ ഇരയായ ഇമ്രാൻ പ്രതാപ് ഗാർഹി MP കഴിഞ്ഞ ദിവസമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും പ്രധാനമായിട്ട് അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ CAAയും 370 അടക്കമുള്ള ഭരണഘടനാ വിരുദ്ധമായ മുഴുവൻ നിയമങ്ങളും അധികാരത്തിൽ വന്നാൽ എടുത്തു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ 4 വോട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിൽ മുഴുകി ഇതിങ്ങനെ കോൺഗ്രസിനെതിരെ ഇല്ലാവചനം പറഞ്ഞൊക്കെ മുന്നോട്ട് പോയാൽ അത് മനസ്സിലാവുന്ന ഒരു പരുവത്തിലേക്കൊക്കെ ഈ മലബാറിലെ ന്യൂനപക്ഷങ്ങളൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് സഖാവ് ശശീന്ദ്രനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും പരത്തിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളമുണ്ട്. നിങ്ങളുടെ സ്വയം കൃതാനർത്ഥം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളെ മൂലക്കിരുത്തും. അത് കാണാൻ പോകുന്ന ഒരു പൂരമാണ്. ഞാൻ സംബന്ധിച്ചിടത്തോളം ശരി, ശശീന്ദ്രൻ ഇവിടെ കാഴ്ചയ്ക്ക് കൊള്ളാവുന്നൊരു ഷർട്ട് പോലും ഇട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തൃശ്ശൂരെ ജില്ലാ സെക്രട്ടറി 100 കോടി അടിച്ചു മാറ്റി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. ഒന്നുമില്ല അങ്ങനെ പറയുമോ? പ്രധാനമന്ത്രി എത്രമാത്രം ചെറുതായി പോയി. ആ സ്ഥാനത്തിൻ്റെ ഒരു മഹാത്മ്യമെങ്കിലും ഉയർത്തിപ്പിടിക്കട്ടെ. ഇത്രമാത്രം അദ്ദേഹത്തിലുള്ള ദേഷ്യം CPM ഇലക്ട്രോ ബോണ്ടുമായി ബന്ധപ്പെട്ട് അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. ഞങ്ങളങ്ങനെ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കഥ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരും അറിയുമായിരുന്നില്ല. അതിൻ്റെ ദേഷ്യം തീർക്കാനും ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി കണക്ക് കൊടുക്കുന്നതല്ലേ. 100 കോടി എന്ന് വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാർട്ടി എന്ന് പറഞ്ഞ പോലെ ഒരു പ്രധാനമന്ത്രി വന്ന് പറയാൻ പാടുണ്ടോ? സ്ഥാനത്തിന് ഒരു ബഹുമാനം അല്ല, പ്രധാനമന്ത്രി പറയുന്നത് അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. പ്രധാനമന്ത്രി ഒന്നും അറിയാതെ ഒന്നുമില്ലാതെ ആകാശത്തെടുത്ത് 100 കോടി പറയുമോ? പറയാൻ പാടില്ല. അല്ല, പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അന്വേഷണ ഏജൻസികളിലൊക്കെ തലവൻ എന്നൊക്കെ കരുതേണ്ടിയിരിക്കുന്ന രാജ്യത്തെ പ്രധാനമന്ത്രി പറയുകയാണ് ഇവിടുത്തെ ജില്ലാ സചിവാലയം അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി 100 കോടി മാത്രമല്ലല്ലോ കോൺഗ്രസിന്റെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് 100 കോടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തെളിയിക്കട്ടെ. പ്രധാനമന്ത്രി വാചകം അടിച്ചു പോയാൽ പോരല്ലോ, തെളിയിക്കട്ടെ 100 കോടി. എല്ലാ അന്വേഷണ ഏജൻസികളും അദ്ദേഹത്തിന്റെ കയ്യിലല്ലേ. അപ്പോൾ അതൊന്നും വേണ്ട. കോൺഗ്രസിന്റെ ഫണ്ട് ഇപ്പോൾ മരവിപ്പിച്ചില്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത്? ഞാൻ പറയുന്നത് BJP അധാർമികമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. അധാർമികമാണ് അവർ. വലിയ അഴിമതിയല്ലേ ഇലക്ട്രോ ബോണ്ട്. ലോകം കണ്ട ഹിമാലയൻ അഴിമതിയായി മാറിയില്ലേ? അപ്പം മസിൽ പവർ ഉപയോഗിച്ച് മണിപ്പവർ ഉപയോഗിച്ച് എതിരാളികളെയൊക്കെ തകർത്ത് കളയാന്നുള്ള വ്യാമോഹമാണ് മോദിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് എന്റെ വിഷയം. ഷാദ് അലി പറഞ്ഞ കാര്യത്തിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം മിണ്ടുന്നില്ലല്ലോ. ബാക്കിയൊക്കെ അല്ലേ മിണ്ടുന്നുള്ളൂ. കോൺഗ്രസിന്റെ കൊടി വീഴ്ചയിരിക്കില്ലേ വയനാട്ടിൽ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഗാന്ധിജി പിടിച്ച, നെഹ്റു പിടിച്ച, ഇന്ദിരാഗാന്ധി പിടിച്ച കൊടി രാഹുൽ ഗാന്ധി വേണ്ടാന്ന് വെച്ചിരിക്കുകയല്ലേ? പാകിസ്ഥാൻ ഇത് ആക്ഷേപം ഉണ്ടാവും വിചാരിച്ചിട്ട് പേടിച്ചിട്ട് RSSന് കീഴടങ്ങിയില്ലേ? എന്നിട്ട് RSSനെതിരായുള്ള പോരാട്ടം കേരളത്തിലാണോ? UPA അല്ല, ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്, ഇന്ത്യ മുന്നണിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഇന്ത്യ രാഷ്ട്രീയ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് ഇടതുപക്ഷമായിട്ട് ഏറ്റുമുട്ടാനാണോ? അല്ലല്ലോ. അദ്ദേഹം രാഹുൽ ഗാന്ധി എത്രമാത്രം ചെറുതായി പോയി നിങ്ങൾ ആലോചിച്ചു. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നു ഇവിടെ പോരാട്ടം RSSും കോൺഗ്രസുമായിട്ടാണെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ ഒന്നും അങ്ങനെ വലിയ വിമർശനം നടത്തിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. കേരളത്തിൽ എന്താ RSS ഒരു സീറ്റ് കിട്ടുമോ? കേരളത്തിൽ RSSന് BJPക്ക് ഒരു സീറ്റ് കിട്ടുമോ? അല്ല, കോൺഗ്രസിന്റെ ആശയപരമായ പോരാട്ടം RSSുമായിട്ടാണെന്നും ദേശീയതലത്തിൽ പറഞ്ഞു. BJPക്കെതിരായിട്ട് വന്നിട്ട് കേരളത്തിൽ ഇടതുപക്ഷവും CPM-ഉം എല്ലാം അല്ല. അതിനെന്തിനാ കേരളത്തിൽ വന്നിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുന്നത്? അതേ മത്സരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ BJP ജയിക്കുവോ? ശരി, ഇവിടെ നേരത്തെ CR നീലകണ്ഠൻ രണ്ടാം UPA സർക്കാരിന്റെ കാലത്തെ അഴിമതികളിൽ ആ അഴിമതി ആരോപണം ചിറകിലേറിയാണല്ലോ ഒന്നാം മോദി സർക്കാർ അങ്ങോട്ടേക്ക് ഓക്കെ, അത് പോട്ടെ. ശിവനാഭൻ ഇവിടെ 2G അടക്കം കാര്യങ്ങൾ പറഞ്ഞു. CR നീലകണ്ഠൻ 2G സ്പെക്ട്രം അഴിമതി കേസിൽ പ്രതികളൊക്കെ വിചാരണ കോടതി വെറുതെ വിട്ടത് 2017-ലാണ്. CBIയുടെ അപ്പീൽ ഡൽഹി കോടതി 7 വർഷങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ പോകുന്നുള്ളൂ അടുത്ത മാസം. കോമൺവെൽത്ത് അഴിമതി കേസ് കൽമാടിക്കപ്പുറം ആരെയും കയ്യാൻ വെച്ചിട്ടില്ല. കോൾ ബ്ലോക്ക് അഴിമതി, ശതകോൾഡ് അഴിമതി നമ്മൾ ആരോപണമാണ്. ആരോപണ വിധേയൻ നവീൻ ജിൻഡാൽ നിങ്ങളുടെ കുരുക്ഷേത്ര സ്ഥാനാർത്ഥി. ആദർശ് ഹൗസിംഗ് കുംഭകോണം നമ്മൾ ദിവസങ്ങൾ ചർച്ച ചെയ്ത എത്ര പേരെ പിടിച്ചകത്തിട്ട് പ്രധാന ആരോപണ വിധേയൻ അശോക് ചവാൻ BJP നേതാവ്. ആരെ പറ്റിക്കാനാണ് സാർ നിങ്ങൾ അഴിമതി വിരുദ്ധത പറയുന്നത്? അതൊക്കെ അവിടെ നിൽക്കട്ടെ, പേപ്പർ വായിക്കാൻ പറയാ അയാളോട് കേട്ടോ, CR നീലകണ്ഠനോട്. എന്താണ് എന്താ പറഞ്ഞെന്നറിയാം? എന്ത് ഞാൻ പറയട്ടെ? ഞാൻ പറയും ഇടയ്ക്കേറ്റി പറയല്ല, അത് സ്ഥിരം പരിപാടിയാണുള്ളത്. ഞാൻ പറയും ഇടയ്ക്കേറ്റി പറയുന്നത് എനിക്ക് എന്നോട് മാത്രമേ സൂക്കടുള്ളൂ. അത് ശരി. എന്താ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്? ദർ ആർ ഗ്ലാരിംഗ് കോൺട്രഡിക്ഷൻസ് ഇൻ ദി ലോവർ കോർട്ട് ഓർഡർ. 2G സ്പെക്ട്രം കേസിൽ പറഞ്ഞതാ
രാജേനെയും കനിമൊഴിനെയും വെറുതെ വിട്ട ഓർഡറിനെതിരെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞതാ ഗ്ലാരിംഗ് കോൺട്രഡിക്ഷൻസ്, ഗുരുതരമായ പരസ്പര വിരുദ്ധത താഴെ കോടതി വിധിയിലുണ്ടെന്ന്. പേപ്പർ വായിക്കണം. സർ വെറുതെ വിട്ടത് എന്നാ? സർ വെറുതെ വിട്ടത് എന്നാ? പറയാൻ സമ്മതിക്കാത്ത വെറുതെ വിട്ടത് 2017 ഡൽഹി കോടതി പറഞ്ഞ എപ്പോഴാണ്? ഈ കുറച്ചാൾ മുമ്പല്ലേ? എലിപ്പട്ടി മരപ്പട്ടി ആവാതിരിക്കാൻ മത്സരിക്കുന്ന CPM, കൊടി കെട്ടാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസ്, ഞങ്ങളെ എതിരാളി, ഞങ്ങളെ തോൽപ്പിക്കാൻ പോകുന്നത്, മരപ്പട്ടി എലിപ്പട്ടി ആവാതിരിക്കാൻ കോടി രൂപ വാങ്ങി വെച്ചിട്ട് ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കണ്ട. ആക്ഷേപം കേരളത്തിൽ ആരും പരിഗണിക്കാനും പോകുന്നില്ല. ഞങ്ങളെ തോൽപ്പിക്കാൻ പോകുന്നത് ആണോ? എലപ്പെട്ടി മരപ്പെട്ടിയൊക്കെ നിങ്ങളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഷ. സർ 2G സ്പെക്ട്രം കേസിൽ 2017 എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതാണ് കോടതി, ആണോ? 2024 എന്തായി? 2024 എന്തായി? കോൾ ബ്ലോക്ക് അഴിമതിയിൽപ്പെട്ട പ്രതി നിങ്ങളുടെ ആരോപണ വിധേയൻ നിങ്ങളുടെ കുരുക്ഷേത്രയിലെ സ്ഥാനാർത്ഥിയാണ്. ആദർശ കുംഭകോണത്തിലെ അശോക് ചവാൻ നിങ്ങളുടെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. 40 സീറ്റിന് വേണ്ടി ഞങ്ങൾ ഇന്ത്യയിലെ ചെറിയ പാർട്ടിയാണ്. മറുപടിയില്ലെങ്കിൽ എന്തൊക്കെയാ പറയാം? കാഴ്ചപ്പാടോടുകൂടി നിങ്ങളെ വർഗീയത മറുപടിയില്ലെങ്കിൽ എന്തെങ്കിലും പറയാം? കോൾ ബ്ലോക്ക് അഴിമതി നവീൻ ജിൻഡാൽ കേട്ടിട്ടുണ്ടോ? സർ കോൾ ബ്ലോക്ക് അഴിമതി നവീൻ ജിൻഡാൽ കേട്ടിട്ടുണ്ടോ? പത്മനാഭ, ഒരു മര്യാദ വേണ്ടേ? പരസ്പര ബഹുമാനം വേണ്ടേ? ഇങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യുക. ശരി, അത് കാണാം. പക്ഷെ കോൾ ബ്ലോക്ക് അഴിമതി നവീൻ ജിൻഡാൽ കേട്ടിട്ടുണ്ടോ? അത് കാത്തിരിക്കല്ലേ നിങ്ങളല്ല. അത് കാണാം. സർ ഒറ്റ ചോദ്യം സർ കോൾ ബ്ലോക്ക് അഴിമതി കേട്ടിട്ടുണ്ടോ? സർ കോൾ ബ്ലോക്ക് അഴിമതി കേട്ടിട്ടുണ്ടോ? കോൾ ബ്ലോക്ക് അഴിമതി കേട്ടിട്ടുണ്ടോ? ശിവനാഭൻ, കോൾ ബ്ലോക്ക് അഴിമതി കേട്ടിട്ടുണ്ടോ? ആദർശ് ഹൗസിംഗ് ഫ്ലാറ്റ് കുംഭകോണം കേട്ടിട്ടുണ്ടോ? അത് കാണാം. സർ ആദർശ് ഫ്ലാറ്റിംഗ് കുംഭകോണം കേട്ടിട്ടുണ്ടോ? ഒരു മിനിറ്റ് സാർ, സർ ആദർശ് ഫ്ലാറ്റിംഗ് കുംഭകോണം കേട്ടിട്ടുണ്ടോ? അങ്ങ് സർ ആദർശ് ഫ്ലാറ്റിംഗ് കുംഭകോണം താങ്കൾ കേട്ടിട്ടുണ്ടോ? ആദർശ് ഫ്ലാറ്റിംഗ് കുംഭകോണം കേട്ടിട്ടുണ്ടോ? ആരോപണ വിധേയനാരാണ്? അശോക് ചവാൻ BJPയുടെ നേതാവാണ്, കേട്ടിട്ടുണ്ടോ? കോൾ ബ്ലോക്ക് അഴിമതി ആരോപണ വിധേയൻ നവീൻ ജിൻഡാൽ കുരുക്ഷേത്രയിലെ BJPയുടെ സ്ഥാനാർത്ഥി, കേട്ടിട്ടുണ്ടോ? ഏത് അഴിമതി വിരുദ്ധയാണ് നിങ്ങൾ പറയുന്നത്? സാർ ഏത് അഴിമതി വിരുദ്ധയാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് 4-ാം തീയതി കാണാന്ന് പറഞ്ഞാൽ മറുപടിയാവോ? ജൂൺ 4-ാം തീയതി ഇന്ത്യയിലെ ജനങ്ങൾ വിധി എഴുതും. അന്ന് കാണാം. എന്ത് അഴിമതി നടത്തിയാലും BJP ചേർന്ന പിന്നെ അഴിമതിക്കാരനല്ല, അയാൾ നല്ല ആളായി മാറും. അതല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ള നിലപാട്. നല്ല അഴിമതിക്കാരൻ BJP ചേർന്ന അഴിമതിയില്ല, അതല്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ വലിയമ്മാവിന്റെ വാളിപ്പെടുക്കുന്ന പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു വല്ല കാര്യമുണ്ട്. ഞാൻ തന്നെ വരാം. ശിവനാഭൻ, ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് നേർക്കുന്നതിനൊക്കെ മറുപടി പറയാൻ അറിയാവുന്നതാണെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. നേർക്കുന്നതിന് മറുപടി പറയാൻ അറിയാവുന്നതാണെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ മറുപടി ഇല്ലെങ്കിൽ പിന്നെ അങ്ങേക്ക് ഇത് 4-ാം തീയതി കാണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിവൃത്തിയുള്ളൂ. ഞങ്ങൾ കുറ്റം പറയുന്നില്ല, ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. മറുപടി ഇല്ലെങ്കിൽ അങ്ങേക്ക് മുദ്രാവാക്യം വിളിക്കൽ നിവൃത്തിയുള്ളൂ. ആയിക്കോട്ടെ, മറുപടി 4-ാം തീയതി പറയാം. അങ്ങേക്ക് മറുപടി ഉണ്ടോ? എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങേക്ക് മറുപടി ഉണ്ടോ സാർ? അല്ല, അങ്ങേക്ക് മറുപടി ഇല്ലെന്നുണ്ടെങ്കിൽ വിട്ടേക്കാം ഞാൻ. അങ്ങനെ മറുപടി ഉണ്ടോ? അങ്ങനെ മറുപടി ഉണ്ടോ? അങ്ങനെ മറുപടി ഉണ്ടോ? ജയിലിൽ കിടക്കുന്ന അങ്ങനെ മറുപടി ഉണ്ടോ? ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആദർശ കുംഭകോണം പോലെ BJP വലിയ രാഷ്ട്രീയായുധമാക്കിയ ഒരു വിഷയത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട ആരോപണ വിധേയൻ അവരുടെ ക്യാമ്പിൽ നിൽക്കുമ്പോൾ, കോൾ ബ്ലോക്ക് അഴിമതി പോലെ BJP വലിയ പ്രചരണ വിഷയമാക്കിയ ഒരു വിഷയത്തിന്റെ ആരോപണ വിധേയൻ അവരുടെ സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ പാവം പത്മനാഭൻ എന്തു പറയാനാണ്? ഞാൻ വിട്ടു സാർ, ഞാൻ വിട്ടു. ഓക്കെ. അങ്ങ് എന്ത് പറയാനാണ്? അങ്ങ് മറുപടിയിൽ അങ്ങ് എന്ത് പറയാനാണ്? അത് മനസ്സിലാക്കുന്നു, അത് കേൾക്കുന്ന പ്രേക്ഷകരും മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരും മനസ്സിലാക്കുന്നു അങ്ങയുടെ നിസ്സഹായാവസ്ഥ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ താങ്ക് യു. എന്നോടൊപ്പം 4 പേർക്കും നന്ദി.